ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം മക്കളെ. അപ്പോൾ നമ്മൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ഭാഗം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. നമ്മുടെ ആദ്യത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ എന്താകുന്ന കാര്യം പഠിച്ചു? കോൺസെപ്റ്റുകളാകുന്ന ആളുകളെ മൊത്തമായിട്ട് പഠിച്ചു കഴിഞ്ഞു, ശരിയല്ലേ? കോൺസെപ്റ്റുകൾ മൊത്തമായി പഠിച്ചു കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇനിയും അവശേഷിക്കുന്നുണ്ട്. അതെന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ സിംപ്ലിഫിക്കേഷൻ റിലേറ്റഡ് ആകുന്ന കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ നമ്മളോട് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിനെ നമ്മൾ ഏത് രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത്, ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്താലാണ് അത് വേഗത്തിൽ ഉത്തരമായി മാറുന്നത് എന്നിങ്ങനെയാകുന്ന കാര്യങ്ങൾ. അതാണ് ഞാൻ ഈ ഒരു സിംപ്ലിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അത് നമുക്ക് കൈമുതലാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് കൂടിയേ തീരൂ? പ്രാക്ടീസ് മസ്റ്റായിട്ട് ചെയ്തേ പറ്റൂ, അല്ലേടാ? ആയ കാരണം കൊണ്ട് തന്നെ നമ്മൾക്ക് റേഷ്യോ പ്രപ്പോർഷനകത്തുള്ള പ്രോബ്ലംസുകൾ ചെയ്തു തുടങ്ങേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ മുഴുവനായും പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പോകുന്നത് റേഷ്യോ പ്രപ്പോർഷനുകളിലേതാകുന്ന ചോദ്യങ്ങളെ എങ്ങനെയൊക്കെ സോൾവ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? നമുക്ക് മുന്നോട്ട് പോകാമല്ലോ. താണ്ടേടാ മക്കളെ, നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഒന്ന് നോക്കേ. എന്താ പറഞ്ഞേക്കുന്നത്? എക്സ് എന്ന് പറയുന്ന ആളിന്റെ മൂല്യം 51, വൈ എന്ന് പറയുന്ന ആളിന്റെ മൂല്യം 119 എന്നാണെങ്കിൽ എക്സ് ഈസ്റ്റ് വൈയുടെ മൂല്യം എത്രയാണ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എക്സ് ഈസ്റ്റ് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സിന്റെ മൂല്യം ചോദ്യത്തിൽ 51 എന്ന് തരുന്നു, വൈയുടെ മൂല്യം എന്ന് പറയുന്നത് 119 എന്ന് തരുന്നു, ശരിയല്ലേ? ആണ്. ഇനി 51 എന്ന് പറയുന്ന ആളിനെ എനിക്ക് എങ്ങനെ എഴുതാം മക്കളെ? 17 ഗുണം 3 എന്ന് എഴുതാം, ശരിയല്ലേ? ആണ്. അതുപോലെ 119 എനിക്ക് എന്ത് ചെയ്യാം? 17 ഗുണം 7 എന്ന് എഴുതാം. രണ്ടു പേരിലും പൊതുവായ ഘടകമായി എനിക്ക് കാണുവാൻ സാധിക്കുന്നത് 17. അതായത് 51ൻ്റെയും 119ൻ്റെയും HCF ആകുന്ന സംഖ്യ എന്ന് പറയുന്നത് 17. ആയ കാരണം കൊണ്ട് HCF ആകുന്നവനെ ഉപയോഗിച്ചുകൊണ്ട് ക്യാൻസലേഷൻ നടത്തിയാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 3:7 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അതായത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഡൗട്ടില്ലേ? ഒന്നാമത്തെ ചോദ്യം സെറ്റാണ്. ഓക്കെ അല്ലേ? ഇനി എടുത്തൊരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കട്ടെ. ഇവിടെ 3:7 എന്ന് പറയുമ്പോൾ ഇനി വെട്ടിച്ചെറുതാക്കാൻ പറ്റാത്തത്രയുമാകുന്ന ചെറുതാകുന്ന ഒരു സംഖ്യ 3ഉം 7ഉം എന്ന് പറയുന്നത് അവിടെ എന്ത് കണ്ടീഷൻ? കോപ്രൈം. 3:7 എന്ന് പറയുന്നത് എന്ത്? അവൻ്റെ ബേസ് ഫോം അറിയാലോ. ഇനി വെട്ടിച്ചെറുതാക്കാൻ പറ്റാത്തത്രയുമാകുന്ന ചെറുതായി സ്ഥിതി കൊള്ളുന്ന റേഷ്യോയിലേക്ക് നമ്മൾ ആളെ എത്തിച്ചു. അത് 3:7 എന്നാണ്. ഇവനാണ് ഇവൻ്റെ എന്തെന്ന് പറയുന്നത്? ഈ റേഷ്യോയുടെ ബേസ് ഫോം എന്ന് പറയുന്നത്. ഡൗട്ടില്ലേ? അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് നീങ്ങാമേ. ചോദ്യത്തിനകത്ത് എന്താ മക്കളെ പറയുന്നേ? 5.5 ഓഫ് എന്തെന്നാ കിടക്കുന്നത്? എ ഇസ് ഈക്വൽ ടു, ഇനി എന്താ ഉള്ളത്? 0.65 ഓഫ് ബി എന്നാ കിടക്കുന്നത്, ശരിയല്ലേ? ആണ്. ഇനി 5.5നെ എനിക്ക് എന്ത് ചെയ്യാം? 55 ഡിവൈഡഡ് ബൈ 10 എന്ന് എഴുതാം, 55/10 എന്ന് എഴുതാം. ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു, ശരിയല്ലേ? ഇനി അവിടെ ആരാ ഉള്ള? എ ഉണ്ട്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 65 ഡിവൈഡഡ് ബൈ 100. 0.65നെ എനിക്ക് എന്ത് ചെയ്യാം? 65/100 എന്ന് എഴുതാം. ഓഫിന് പകരം ഒരു മൾട്ടിപ്ലിക്കേഷൻ സൈൻ കൊടുക്കാം, ബി. ഇനി എന്ത് ചെയ്യണം? ക്യാൻസലേഷൻ നടത്തണം. ഇവിടുത്തെ ഒരു 0, ഇവിടുത്തെ ഒരു 0 വെട്ടി. 5 കൊണ്ട് 55നെയും 65നെയും വെട്ടുമ്പോൾ ഇവിടെ എത്ര വരും? 11. ഇവിടെ എത്ര വരും? 13. തീർന്നു. ഇവിടെ എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്. ബി ആകുന്നവനെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയാൽ അവിടെ എ ഡിവൈഡഡ് ബൈ ബി എന്നാകും. ഈ എ ഡിവൈഡഡ് ബൈ ബി എന്ന് പറയുന്നതാണ് ആരെന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചിട്ടുള്ള A:B. ജനറൽ ഫോം A/BA ആണ്. A:B എന്ന് എഴുതുന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ A/Bയുടെ മൂല്യം ഈ ചോദ്യം പ്രകാരം എന്താകും മക്കളെ? നോക്കേടാ, ഇവിടെ ഓൾറെഡി 13 ഉണ്ട്, ശരിയല്ലേ? താഴെ ആരുണ്ട്? ഓൾറെഡി ഒരു 10 ഉണ്ട്. ഈ 11നെ എന്ത് ചെയ്യണം? ഇനി താഴേക്ക് അപ്പുറത്തെ വശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതങ്ങ് ഡിവിഷൻ ആവും അല്ലേ? അപ്പോൾ അവിടെ എന്താ? ഇൻറ്റു 11. സോ ആൻസർ എന്ന് പറയുന്നത് 13 ഡിവൈഡഡ് ബൈ 110. ഓക്കെ അല്ലേ? അതായത് റേഷ്യോ A:B എന്ന് പറയുന്നത് 13:110. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഡൗട്ടൊന്നും ഇല്ലല്ലോ. അടുത്തതാകുന്ന ചോദ്യത്തിലേക്ക് നീങ്ങാമല്ലോ. നീങ്ങാം. അടുത്തതാകുന്ന ചോദ്യം നോക്കേടാ. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, A/B എന്ന് പറയുന്നത് 5/4 എന്ന് തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? എടാ, എ ആകുന്ന ആളിൻ്റെ വാല്യൂ നമുക്ക് എന്തെന്നെടുക്കാം? 5 എന്നെടുക്കാം. ബി ആകുന്ന ആളിൻ്റെ വാല്യൂ എത്രയെന്ന് എടുക്കാം? നമുക്ക് 4 എന്നെടുക്കാം. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, 5/4 എന്ന് എഴുതുമ്പോൾ 5ഉം 4ഉം എന്ന് പറയുന്ന രണ്ട് സംഖ്യകൾ മുകളിലും താഴെയുമായി തന്നിട്ടുള്ള രണ്ട് സംഖ്യകളില്ലേ,
അവന്മാർ ഏത് കണ്ടീഷനിലായിരിക്കണം? കോപ്രൈം ആകുന്ന കണ്ടീഷനിലായിരിക്കണം. അല്ലെങ്കിൽ അവന്മാരുടെ ബേസ് ഫോമിലായിരിക്കണം. അതായത് ഇനി വെട്ടിച്ചെറുതാക്കാൻ പറ്റുന്ന പരുവത്തിലേക്ക് ഉള്ള ആളുകൾ ആകരുത്. അതായത് ഏറ്റവും സിംപ്ലസ്റ്റ് ആകുന്ന, ഇനി വെട്ടിച്ചെറുതാക്കാൻ പറ്റാത്തത്രയും ചെറുതായി നിൽക്കുന്നതാകുന്ന ആ ലെവലിലായിരിക്കണം അവന്മാരവിടെ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ എയുടെ മൂല്യം എന്തെന്ന് വിളിക്കണം, ബിയുടെ മൂല്യം എന്തെന്ന് വിളിക്കണം, എന്താണ് അതിൻ്റെ കാരണങ്ങളെന്ന് ഞാൻ പറഞ്ഞു. ഇനി എന്ത് ചെയ്താൽ മതി? എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി. ഇതെന്താണ് സാധനം? നമ്മൾ പഠിച്ച കോമ്പണൻറ്റോ ഡിവിഡൻറ്റോ ഫോം അല്ലേ? കോമ്പണൻറ്റോ ഡിവിഡൻറ്റോ ഫോം അല്ലേ? ആ കാര്യം ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഇവിടെ അത് എന്ത് ചെയ്തിട്ടില്ല, ചോദ്യത്തിനകത്ത് അങ്ങനെയൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ചോദിക്കും, എ ബൈ ബി എന്ന് പറയുന്നത് 5/4 ആണെങ്കിൽ എന്ത് ചെയ്യുക? കോമ്പണൻറ്റോ ഡിവിഡൻറ്റോ വാല്യൂ എത്രയെന്ന് കണ്ടുപിടിക്കുക എന്നങ്ങാനും എടുത്ത് ചോദിച്ചാൽ അതുകൊണ്ട് പറഞ്ഞതാ. ഇനി പറ, എ ആകുന്ന ആൾക്ക് എത്ര കൊടുക്കാം? 5 കൊടുക്കാം. ബി ആകുന്ന ആൾക്ക് എത്ര കൊടുക്കാം? 4 കൊടുക്കാം. എ ആകുന്ന ആൾക്ക് 5, ബി ആകുന്ന ആൾക്ക് 4. അതാത് സ്ഥാനത്ത് വിലകൾ ഇട്ട് കൊടുക്കുന്നു. വില എത്രയെന്ന് കിട്ടുന്നു? 9/1. അതിനെ എനിക്ക് എത്രയെന്ന് തന്നെ വിളിക്കാം മക്കളെ? 9 എന്ന് തന്നെ വിളിക്കാം. അതുകൊണ്ട് എൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ആരായിരിക്കും മക്കളെ? ഓപ്ഷൻ ബി ആയിരിക്കും. ഡൗട്ടില്ലല്ലോ. അടുത്തതാകുന്ന ചോദ്യം നോക്കേ. ഇവിടെ എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ ബി, ഇത് ഏത് ഫോമാ മക്കളെ? ഇതാണ് കോമ്പണൻ്റ് ഓഫ് ഫോം എന്ന് നമ്മൾ പറഞ്ഞു പഠിച്ചത്, ശരിയല്ലേ? അപ്പോൾ എ പ്ലസ് ബി ബൈ ബി എന്ന് പറയുന്നത് 5/3. ഇവിടെ 5ഉം 3ഉം കോപ്രൈം കണ്ടീഷനാണ്. അതായത് കോമൺ ഫാക്ടറുകൾ ഇല്ലാതെ ബേസ് ഫോമായി തുടരുന്ന ആളുകളാണോ? അതെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എ പ്ലസ് ബി ആകുന്ന ആളിൻ്റെ വാല്യൂ എത്രയെന്ന് പറയാം? 3 എന്ന് പറയാം. അതുപോലെ ബി ആകുന്ന ആളിൻ്റെ മൂല്യം എന്ന് പറയുന്നത് എത്രയെന്ന് കണക്കാക്കാം? സോറി, എ പ്ലസ് ബിയുടെ വാല്യൂ 3 അല്ലല്ലോ. എ പ്ലസ് ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 5 എന്ന് പറയാം. മുകളിലല്ലേ, ഇതാ ഇതല്ലേ 5 എന്ന് പറയാം. ബി ആകുന്ന ആളിൻ്റെ മൂല്യം എത്രയെന്ന് പറയാം? 3 എന്ന് പറയാം. എടാ, ഈ ബി ആകുന്ന ആളിൻ്റെ മൂല്യമാകുന്ന ബി ഇല്ലേ, അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ദാ ഈ ഒരു ബിയുടെ സ്ഥാനത്തേക്ക് കൊടുക്കാം. കൊടുത്താൽ ഇവിടെ ആരാകും മക്കളെ? 3 എന്നാകും. അതായത് എയുടെ മൂല്യം എന്ന് പറയുന്നത് ഈ 3 അപ്പുറം കൊണ്ടുപോകുമ്പോൾ 5-3 ദാറ്റ് ഈസ് 2 എന്നാകും, ശരിയല്ലേ? അപ്പോൾ എയുടെ മൂല്യം കിട്ടി, ബിയുടെ മൂല്യം ചോദ്യത്തിൽ തന്നെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എ ബൈ ബി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? എ ബൈ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/3 ആയിരിക്കും. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിനകത്തേക്ക് പോകാമല്ലോ. പോകാം. ദാണ്ടേ മക്കളെ, ഇതാ ഈ ഒരു ഫോം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ദാണ്ടേ എ ഡിവൈഡഡ് ബൈ, അതുപോലെ ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ, അതുപോലെ സി ഡിവൈഡഡ് ബൈ. ഇവിടെ ഈക്വൽ ടു എന്നൊരു സൈൻ ഉണ്ട്. എക്ക് താഴെ 2, ബിക്ക് താഴെ 3, സിക്ക് താഴെ 5. ഇത് നടുക്ക് ഈക്വൽ ടു കിടക്കുന്നുണ്ടോ? ഈക്വൽ ടു കിടന്നാൽ ഇവന്മാരെല്ലാവരും ആരാണ്? ഈക്വൽ റേഷ്യോസുകളാകുന്ന ആളുകളാണ് എന്ന അർത്ഥത്തിലാണ് തന്നിട്ടുള്ളത്. ആണല്ലോ. ഈക്വൽ റേഷ്യോസുകളാകുന്ന അർത്ഥത്തിൽ ഈ ഒരു ഫോർമാറ്റിലാണ് ആളുകളെ എഴുതിയിരിക്കുന്നതെങ്കിൽ എയുടെ വാല്യൂ 2 എന്ന് പറയാം, ബിയുടെ വാല്യൂ 3 എന്ന് പറയാം, സിയുടെ വാല്യൂ 5 എന്ന് പറയാം. എന്താ പറഞ്ഞേ? എയുടെ വാല്യൂ എത്രയാ? 2. എയുടെ വാല്യൂ എത്രയാ? 2. ബിയുടെ വാല്യൂ എത്രയാ? 3. സിയുടെ വാല്യൂ എത്രയാ? 5. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യാം? ഈ ഒരു മൂല്യത്തിനെ എടുത്ത് ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ കിടക്കുന്ന 2, 3, 5 എന്നിവർക്ക് കോമൺ ആകുന്ന ഫാക്ടറുകൾ വേറെ ഉണ്ടാകരുത്. ഓക്കെ അല്ലേ? 1 വന്നോട്ടെ, കുഴപ്പമില്ല. HCF 1 ആയിക്കോട്ടെ, കുഴപ്പമില്ല. കോമൺ ഫാക്ടറായിട്ട് 1 വന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇവന്മാരെല്ലാവരും എന്തായിരിക്കണം? കോപ്രൈം മാത്രമായിരിക്കണം. അതായത് HCF 1 വരുന്ന ആളുകളെയാണ് കോപ്രൈം എന്ന് വിളിക്കുന്നത്. അങ്ങനെയാകുന്ന രീതിയിലുള്ള ആളുകൾ തന്നെയായിരിക്കണം. വെട്ടിച്ചെറുതാക്കാൻ പറ്റുമെങ്കിൽ വെട്ടിച്ചെറുതാക്കിയതിന് ശേഷമുള്ള വാല്യൂ വേണം പരിഗണിക്കാൻ. എങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാൻ? ഇവിടേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി ഒന്ന് കണക്കൂട്ടെ. എയുടെ സ്ഥാനത്ത് എത്ര എഴുതാം? 2 എഴുതാം. ബിയുടെ സ്ഥാനത്ത് 3 എഴുതാം. സിയുടെ സ്ഥാനത്ത് 5 എഴുതാം. ദ ഹോൾ ഡിവൈഡഡ് ബൈ സിയുടെ സ്ഥാനത്ത് 5. എത്ര വരും? 5, 3, 8, 2, 10 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. 10/5 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 2. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആരായി മാറും? 2 എന്നായി മാറും. ഡൗട്ടില്ലല്ലോ. അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് പോകാം മക്കളെ. ഇവിടെ എത്ര ഫ്രാക്ഷൻസ് വന്നിട്ടുണ്ട്? 7 - x ഡിവൈഡഡ് ബൈ 2 + y. ഇതൊരു എന്താണ്? ഒരു ഫ്രാക്ഷനാണ്, അല്ലെങ്കിൽ ഒരു റേഷ്യോ ആണ്. ഇതെന്താ? 5 + x ഡിവൈഡഡ് ബൈ 4 - y. ഇത് അടുത്ത റേഷ്യോ ആണ്. നടുക്ക് ഈക്വൽ ടു കണ്ടു കഴിഞ്ഞാൽ ഇവന്മാരാരാണ്? ഈക്വൽ റേഷ്യോസുകളാണ്. ഈ 2 റേഷ്യോകളും മൂന്നാമതാകുന്ന മറ്റൊരാൾക്ക് ഈക്വൽ ആണ് കെ എന്നാണെങ്കിൽ കെയുടെ മൂല്യം എന്താണെന്ന് കണ്ടുപിടിക്കും. ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി കോൺസെപ്റ്റ് പറഞ്ഞു തന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈക്വൽ ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഈക്വൽ റേഷ്യോസുകളാകുന്ന ആളുകൾ എക്സിസ്റ്റ് ചെയ്യുന്ന കണ്ടീഷനിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ സം ഓഫ് ന്യൂമറേറ്റേഴ്സ് ഡിവൈഡഡ് ബൈ സം ഓഫ് ഡിനോമിനേറ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തിനെ തരും? മറ്റൊരു പുതിയ ഈക്വൽ റേഷ്യോ ആകുന്ന ആളെ തരും. ഈ ഈക്വൽ റേഷ്യോ ആകുന്ന ആളിനെ വെട്ടിച്ചെറുതാക്കിയാൽ നമുക്ക് തിരിച്ചെവിടേക്ക് തന്നെ എത്താൻ പറ്റും? ബേസ് ഫോമിനകത്തേക്ക് തന്നെ എത്താൻ പറ്റും.
അങ്ങനെയാണെങ്കിൽ ഇവിടെ ബേസ് ഫോം ആകുന്ന ആളായിട്ടാണ് ആര് മാറിയിട്ടുള്ളത്? കെ ആകുന്ന ആളിൻ്റെ വാല്യൂ മാറിയിട്ടുള്ളത് എന്ന് ചിന്തിച്ചാൽ ഇനി നമുക്ക് കാര്യങ്ങൾ പറയാം. ഏത് ഇക്വേഷൻ വെച്ച്? ഈ ഇക്വേഷൻ സം ഓഫ് ന്യൂമറേറ്റേഴ്സ് ബൈ സം ഓഫ് ഡിനോമിനേറ്റേഴ്സ്. ഒന്ന് പറഞ്ഞേടാ. 7 - x ആണോ? ന്യൂമറേറ്റർ ആകുന്ന ഒരാളെ എടുത്തു. അടുത്ത ന്യൂമറേറ്റർ ആരാ? 5 + x. രണ്ടും കൂടെ എന്ത് ചെയ്തേക്കുക? അങ്ങ് ആഡ് ചെയ്തേക്കുക. ദ ഹോൾ ഡിവൈഡഡ് ബൈ അടുത്ത ന്യൂമറേറ്റർ എത്രയാ? 2 + y + 4 - y. ഓക്കെ അല്ലേ? ന്യൂമറേറ്ററുകളെല്ലാം എടുത്തു കഴിഞ്ഞു. ഇവിടെ കെയുടെ മൂല്യമാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ പരിഗണിക്കുന്ന കെയുടെ മൂല്യം കണ്ടുപിടിക്കേണ്ട രണ്ട് ആളുകൾ ഇവന്മാർ രണ്ടുപേരെ മാത്രം എടുത്താൽ മതി. കെയുടെ മൂല്യം കിട്ടാൻ ഈ രണ്ടുപേരെ മാത്രം എടുത്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ വാല്യൂ എന്ത് വരും? +x - x വെട്ടും, +y - y വെട്ടും. ഇനി അവിടെ അവശേഷിക്കുന്നത് ആരാ? 7 + 5 എന്ന് കണ്ട്. 7ഉം 5ഉം കൂടെ കൂട്ടിയാൽ 12. 4ഉം 2ഉം കൂടെ കൂട്ടിയാൽ എത്ര വരും? ഇവിടെ 6. സോ 12/6 എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 2 എന്നായിരിക്കും അവിടുത്തെ ആൻസർ വരിക. ഡൗട്ട് ഇല്ലല്ലോ. സോ ആൻസർ ഇസ് 2. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ഈസ് എ കറക്റ്റ് ആൻസർ. പിടികിട്ടിയിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിനകത്തേക്ക് പോകാമേ. എടാ, ഇവിടെ അവർ പറയുന്നത് എൻ്റെ കയ്യിൽ മൊത്തം 1000 രൂപയുണ്ട്. ഈ 1000 രൂപ 2 പേർക്ക് വീതിച്ചു നൽകിയ റേഷ്യോ 3:2. അതിനർത്ഥം എന്താണെന്നറിയോ? എടാ, മൊത്തം അവിടെ 3 ഷെയറുകൾ എ ആകുന്ന ആൾക്ക് കിട്ടി, 2 ആകുന്ന ഷെയറുകൾ ആർക്ക് കിട്ടി? ബി ആകുന്ന ആൾക്ക് കിട്ടി. അതായത് മൊത്തം ഷെയറുകൾ എത്രയാ? 1000 രൂപ. അതായത് 3 + 2 ഷെയറുകൾ ശരിക്കും ഉണ്ടായിരുന്നു. അതായത് 5 ഷെയറുകൾ. ഈ 5 ഷെയറുകളിലെ 3 ഷെയർ ആർക്ക് പോയി? അതായത് 5 ഈക്വൽ ഷെയറുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിലെ 3 ഷെയർ ആർക്ക് കൊടുത്തു? എക്ക് കൊടുത്തു. 2 ഷെയർ ആർക്ക് കൊടുത്തു? ബിക്ക് കൊടുത്തു. എങ്കിൽ എക്ക് എത്ര കിട്ടി? ദെൻ എ വിൽ റിസീവ് എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. മൊത്തം 5 ഷെയറുകൾ ഇല്ലായിരുന്നു. 5 ഷെയറുകളെയാണ് ഞാൻ അവിടെ കൊണ്ടുവന്നത്. ആ 5 ഷെയറുകൾ മൊത്തം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 1000 വരും. അതിനകത്ത് 3 ഷെയറുകൾ എത്രയാണ്? അതല്ലേ എക്ക് കിട്ടേണ്ട വാല്യൂ എന്ന് പറയുന്നത്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന റൂള് എന്ന് പറയുന്നത് കോർണർ കട്ടിംഗ് റൂളാണ്. എന്തെന്നാ പറഞ്ഞേ? കോർണർ കട്ട് റൂളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ദാണ്ടേ, കട്ട് ചെയ്യാൻ പറ്റുന്ന കോർണറുകളായിട്ട് കിടക്കുന്ന പോയിന്റുകളെ കട്ട് ചെയ്യുക. 5ഉം 1000ഉം കൂടെ വെച്ച് കട്ട് ചെയ്യാം. എത്ര വരും? 200 എന്ന് വരും. ശരിയല്ലേ? ഇനി നമുക്ക് ഫൈനൽ ആൻസറിനകത്തേക്ക് എത്തണമെങ്കിൽ ഡയഗണലായി കിടക്കുന്ന ആളുകളെ മൾട്ടിപ്ലൈ ചെയ്യണം. 200 × 3. ഓക്കെ ആണോ? 200 × 3. ഇനി ഇവിടെ അവശേഷിക്കുന്ന ആളിനെ കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ബൈ 1 എന്നാണ് വരുന്നത്. ആൻസർ പരിഗണിക്കേണ്ടതില്ല. ബൈ 1 എന്ന് വന്നാൽ അതിനെ നോക്കേണ്ടതില്ല. ആൻസർ എത്ര വരും? 600 എന്ന് വരും. ഡൗട്ട് ഇല്ലല്ലോ. ഡൗട്ട് ഇല്ലല്ലോ. കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ആയി. അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് വാ. എന്താ ഇവിടെ പറഞ്ഞേക്കുന്നേ മക്കളെ? ഇവിടെ ഒരു ഇഫ് 1300 ആൻഡ് ഓക്കെ ആണോ? ഇഫ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 പാർട്സ്. ആരെയാ? 1368. ക്വസ്റ്റ്യനകത്ത് ചെറിയൊരു ഗ്രാമാറ്റിക്കൽ എറർ ഉണ്ട്, വിട്ടേക്കുക. ചോദ്യം ഞാൻ പറയുന്നതാണ് എന്ന് മനസ്സിലാക്കുക. 1368 രൂപയുണ്ട്. അതിനെ ഡിവൈഡ് ചെയ്ത് 2 കഷണങ്ങളാക്കി മാറ്റണം. 5:3 എന്ന റേഷ്യോയിലാണ് അതിനെ മുറിക്കേണ്ടത്. അതായത് മൊത്തം ഒരാൾക്ക് 5 ഷെയറും കിട്ടണം, മറ്റൊരാൾക്ക് 3 ഷെയറും കിട്ടണം. മൊത്തത്തിൽ അഥവാ എത്ര ഷെയർ ഉണ്ടെന്ന് പറയാം? മൊത്തത്തിൽ അവിടെ 8 ഷെയർ ഉണ്ടെന്ന് പറയും. ഓക്കെ അല്ലേ? കാര്യങ്ങൾ എളുപ്പമായി. മൊത്തമാകുന്ന 8 ഷെയർ എന്ന് പറയുന്നതാണ് 1368 എന്ന് പറയുന്നത്. എങ്കിൽ അവർ ചോദിക്കുന്നത് കൂട്ടത്തിലെ ഗ്രേറ്റസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ആര്? കൂട്ടത്തിലെ ഗ്രേറ്റസ്റ്റ് എന്ന് പറയുന്നത് ഏതാ? 5ആണോ 3ആണോ വലുത്? 5 അല്ലേ? അതായത് 5 ഷെയറുകൾ എന്ന് പറഞ്ഞാൽ എത്ര രൂപ വരുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 8 കൊണ്ട് ഇവനെ അങ്ങ് വെട്ടും. എത്ര വരും? 1. ഇനി അവിടെ 56 ഉണ്ട്, 7. ഇനി അവിടെ 8 കൊണ്ട് വെട്ടുമ്പോൾ 1. ഇനി ഞാൻ പറഞ്ഞു ഡയഗണലായി കിടക്കുന്ന ആളുകളെ മൾട്ടിപ്ലൈ ചെയ്യണം, അവശേഷിക്കുന്നവനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1 ഇവിടെ വരുന്നത്. അതുകൊണ്ട് അവനെ പരിഗണിക്കേണ്ടതില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 171 × 5 എന്നത് ചെയ്തു നോക്കാം. എത്ര വരുമായിരിക്കും? 855 എന്ന് വരും. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഡൗട്ട് ഇല്ലല്ലോ. അടുത്ത ചോദ്യത്തിനകത്തേക്ക് പോകാമേ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ. ആൻ എമൗണ്ട് ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ 2 ഫ്രണ്ട്സ് ഇൻ ദ റേഷ്യോ 2:5. ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്? 2:5. അവിടെ സംഭവിച്ചിരിക്കുന്നത് സെക്കൻഡ് പാർട്ട്, അതായത് 2:5 എന്ന് പറയുമ്പോൾ എനിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ആദ്യത്തെ ആൾക്ക് 2 ഷെയർ കിട്ടി, രണ്ടാമത്തെ ആൾക്ക് എത്ര കിട്ടി? 3 ഷെയർ കിട്ടി. ഇനി ആദ്യത്തെ ആളിനേക്കാൾ എത്ര ഷെയർ കൂടുതലാണ്? ഈ പറയുന്ന രണ്ടാമത്തെ ആൾക്ക് 3 ഷെയർ കൂടുതലാണ്. എത്ര ഷെയർ കൂടുതലാണ്? 3 ഷെയർ കൂടുതലാണ് ഈ ആൾക്ക്. ശരിയല്ല? ആദ്യത്തെ ആളേക്കാൾ 3 ഷെയർ കൂടുതലാണ് രണ്ടാമത്തെ ആൾക്ക്. ശരിയല്ലേ? അങ്ങനെ വന്നപ്പോൾ
അവിടെ സെക്കൻഡ് പാർട്ട് ഈസ് 6 മോർ ദാൻ ₹6 മോർ ദാൻ ദ ഫസ്റ്റ്. അതായത് 2 ഷെയർ കിട്ടിയ ആൾക്ക് എന്താകുന്ന തുക കിട്ടിയോ അയാളേക്കാൾ ₹6 കൂടുതലാണ് രണ്ടാമത് കിട്ടിയ ആ ആളുടെ ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? എങ്കിൽ ഇനിഷ്യൽ എമൗണ്ട് എത്രയാണെന്നാണ് പറയേണ്ടത്. മക്കളെ, ഇവിടെ ഈ ഡിഫറൻസ് എമൗണ്ടിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാം. എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ പറഞ്ഞില്ലേ മൊത്തം 2 ഷെയർ ആദ്യത്തെ ആൾക്കും 5 ഷെയർ രണ്ടാമത്തെ ആൾക്കും കൊടുത്തു. ഇവർക്കിടയിലുള്ള ഷെയറിൻ്റെ ഡിഫറൻസ് എത്രയാ? 3. ഓക്കെ അല്ലേ? ആ 3 ഷെയറുകളുടെ ഡിഫറൻസ് ₹6 വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ട് എന്നാണെങ്കിൽ ഇനീഷ്യൽ എമൗണ്ട് എത്രയാണെന്ന് അറിയാൻ നിങ്ങളൊന്ന് ചിന്തിച്ചേ. മൊത്തം എത്ര ഷെയറുകൾ? 3 ഷെയറുകൾ എന്ന് പറയുന്നത് ₹6 തുല്യം. മൊത്തം എത്ര ഷെയർ ഉണ്ട്? 5ഉം 2ഉം 7 ഷെയർ. അതായത് 7 ഷെയർ എത്രന്ന് തുല്യമെന്ന് കണ്ടുപിടിക്കാം. എന്ത് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്ന? കോർണർ കട്ടിങ്. 3 കൊണ്ട് 6നെ വെട്ടാം. എത്ര വരും ഇവിടെ? 2 വരും. അതാണ്ട് ഇവിടെ ഇനി അവശേഷിക്കുന്നത് 1 ആണ്. ഇനി എന്ത് ചെയ്താൽ അത് ഡയഗണലായി കിടക്കുന്നവരെ മൾട്ടിപ്ലൈ ചെയ്യുക. അവശേഷിക്കുന്നത് 1 ആണ്, അവനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പ്രത്യേകിച്ച് ഇനി ഒന്നുമില്ല. 7 × 2 എന്ന് പറയുന്ന ആൻസർ എത്ര വരും? 14 എന്ന് വരും. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. പിടികിട്ടിയോ? പിടികിട്ടി. അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് പോയാലോ? പോകാം. ദാണ്ടേടാ ഇത് നോക്കേ. സം ഓഫ് 2 numbers is 25, ഡിഫറൻസ് is 15, then the ratio of numbers. ഒന്ന് മനസ്സിലാക്കിയ സമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എക്സ് പ്ലസ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 25. ഇനി അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? എക്സ് മൈനസ് വൈ ദാറ്റ് ഈസ് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 15. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവനെ വെച്ചുകൊണ്ടൊരു റേഷ്യോ ഉണ്ടാക്കിയാൽ, അതായത് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു എന്തോ വരും? 25 ഡിവൈഡഡ് ബൈ 15. ഓക്കെ ആണോ? ഇത് ശരിക്കും പറഞ്ഞാൽ ആരായി? കോമ്പണൻറ്റോ ഡിവിഡൻറ്റോ ഫോം ആയില്ലേ? കോമ്പണൻറ്റോ ഡിവിഡൻറ്റോ ഫോം ആയില്ലേ? ആയി. കോമ്പണൻറ്റോ ഡിവിഡൻറ്റോ ഫോം ആയി. ഇനി മനസ്സിലാക്കുക, 25ഉം 15ഉം ഇനി വെട്ടിച്ചെറുതാക്കാൻ പറ്റുന്ന ആളുകളാണ്. ഇവനെ 5 × 5 എന്ന് എഴുതാം, ഇവനെ 5 × 3 എന്ന് എഴുതാം. രണ്ടിടത്തും കോമൺ ആയി വരുന്ന 5കളെ വെട്ടിമാറ്റിയാൽ അവശേഷിക്കുന്നതായത് വെച്ചുകൊണ്ട് എനിക്കിതിൻ്റെ ആൻസർ 5/3 ആണ് വരുന്നതെന്ന് പറയാം. ശരിയല്ലേ? ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എക്സ് പ്ലസ് വൈക്ക് പകരം 5, എക്സ് മൈനസ് വൈക്ക് പകരം എത്ര? 3. താണ്ടെ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 5, എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ എത്രയാ? 3. ഇനി ഞാൻ എന്താ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന രീതിയിൽ ചെയ്തു പോകണം. ശരിക്കും ഇതൊന്നും ചെയ്യണ്ട, ഇല്ലാതെ തന്നെ ആൻസർ പറയാം. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാം. ഈ ഇക്വേഷൻ 1നെയും ഈ കിടക്കുന്ന ഇക്വേഷൻ 2നെയും കൂടെ ഞാൻ സമ്മ് ചെയ്താൽ വൈ അങ്ങ് വെട്ടിപ്പോകും. എനിക്ക് എക്സിൻ്റെ വില എന്ന് പറയുന്നത് 2x ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടൂടാ? 5 3 8 എന്ന് കിട്ടും. ഇനി ഇതിന് പകരം നിങ്ങൾ ആ 2 ഇക്വേഷനുകളെ സബ്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2y ഇസ് ഈക്വൽ ടു എങ്ങനെയാണ് കിട്ടുക? 5 - 3 2 എന്നായിരിക്കും വരിക. ശരിയാണോടാ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കേ. 5 - 3 2 എന്ന് വരും. ഇനി ഒന്ന് ആലോചിച്ച് നോക്കേടാ, ഞാൻ എഴുതുകയാണ് 2x, അതാ ഇങ്ങോട്ട് എഴുതാം. 2x ഡിവൈഡഡ് ബൈ 2y എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ വരിക? 2 അങ്ങ് കട്ടായി പോവും, x/y ആയിരിക്കും വരുന്നത്. അതായത് സിംപ്ലി നിങ്ങൾ 8/2 എന്നങ്ങ് എഴുതിയാൽ മതി. വെട്ടിച്ചെറുതാകുമ്പോൾ ഇത് 4/1 എന്ന് വരും. x/y എന്ന് പറയുന്ന റേഷ്യോ 4:1 എന്ന് വരും. ദാറ്റ് ഈസ് ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. കണ്ടോ? സിമ്പിൾ ആകുന്ന രീതിയിൽ. ഇനി ഇത്രയും സ്റ്റെപ്പിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇവിടെ സമ്മും ഡിഫറൻസുമാണ് തരുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം 25ഉം 15ഉം ഉണ്ട്. വെട്ടിച്ചെറുതാക്കണമെന്നില്ല, രണ്ടും കൂടെ കൂട്ടുക, മുകളിൽ എഴുതുക. എന്താ ചെയ്യേണ്ടത്? രണ്ടും കൂടെ കൂട്ടണം. 25ഉം ഈ പറയുന്ന 15ഉം കൂടെ കൂട്ടണം. താഴെ ആരെ എഴുതണമെന്ന് ചോദിച്ചാൽ 25ഉം 15ഉം കൂടെ കുറയ്ക്കണം. എന്നിട്ട് കിട്ടുന്നതാകുന്ന ആൻസർ എത്രയാണെന്ന് നോക്കുക. 25ഉം 15ഉം കൂടെ എത്ര വരും? 40. 25 നിന്ന് 15 പോയാൽ എത്ര വരും? 10. വെട്ടിച്ചെറുതാക്കി അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിൽ പറയുക. ദാറ്റ് വിൽ ബി 4:1. ഓക്കെ ആണോ? ആൻസർ എത്രയാണ് വരിക? 4:1. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഈ സെയിം പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ ഒന്ന് ചെയ്തേ. എളുപ്പത്തിൽ ചെയ്യാനെന്നുള്ളതാണ്. ചോദ്യം കാണുമ്പോഴേ സമ്മ് പറയുന്നുണ്ട്, അതുപോലെ ഡിഫറൻസ് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ആലോചിക്കേണ്ടതേ ഇല്ല. എന്ത് ചെയ്യാം? 20ഉം 16 കൂട്ടിയാൽ എത്ര വരും? 36 വരും, ഡിവൈഡഡ് ബൈ. കണ്ടോ? ഇനി 20ഉം 16 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും? 4 വരും. ഇതിനെ വെട്ടിയാൽ എത്ര വരും? 9 ഡിവൈഡഡ് ബൈ 1. ദാറ്റ് ഈസ് ഓപ്ഷൻ ഏത് വരും? 9:1 എന്നായിരിക്കും റേഷ്യോ. ഓപ്ഷൻ ഏതാ ശരി? ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അടുത്തതാകുന്ന ചോദ്യം പറയട്ടെ? പറയാം. ദാ പിടിച്ചോ, അടുത്തതാകുന്ന ചോദ്യം. മക്കളെ എന്താ പറഞ്ഞേക്കുന്നത്? സം ഓഫ് 2 numbers ഈസ് ത്രൈസ് ദെയർ ഡിഫറൻസ്. ചോദ്യം എന്താണോ പറയുന്നത് അത് തന്നെ ഒന്ന് എഴുതാൻ നോക്കേ. 2 നമ്പറുകളുണ്ട്, എക്സും വൈയും. രണ്ടും കൂടെ കൂട്ടുന്നതായത് ആർക്ക് തുല്യം? ഡിഫറൻസ് ആയതിൻ്റെ 3 മടങ്ങിന് തുല്യം. കണ്ടോ? 3 ടൈംസിന് തുല്യം. ഓക്കെ അല്ലേ? എന്നാ ഒന്ന് ആലോചിച്ച് നോക്കേ. ഇനി എന്താ ചെയ്യാൻ പറ്റുന്നത്? എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ ഈ എക്സ് മൈനസ് വൈ ഇഞ്ഞ് താഴെ കൊണ്ടുവന്നാൽ മതി. ശരിയല്ലേ? ഇപ്പം ഇത് ഏത് ഫോമിലായി? കോമ്പണൻറ്റോ ഡിവിഡൻറ്റോ ഫോം ആയില്ലേ? ആയി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 1 ഉണ്ട് എന്നാണെങ്കിൽ എനിക്ക് x/y വരാൻ ഞാൻ എന്ത് ചെയ്യണം?
ആദ്യം 3യും 1 കൂട്ടി മുകളിൽ എഴുതണം, ദാറ്റ് വിൽ ബി 4. ഇനി 3യും 1 കുറച്ച് താഴെ എഴുതണം, ദാറ്റ് വിൽ ബി 2. അങ്ങനെയാണെങ്കിൽ എൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് വെട്ടുമ്പോൾ എനിക്ക് എന്ത് വരും? 2:1 എന്ന് വരും. എത്രയായിരിക്കും വരിക? 2:1. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ഈസ് എ കറക്റ്റ് ആൻസർ. ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. അടുത്ത ചോദ്യം പറയട്ടെ. ദാണ്ട വായു അടുത്ത ചോദ്യം. മക്കളെ, ഈ ഒരു ചോദ്യം വളരെ വളരെ സൂക്ഷ്മതയോടുകൂടി വേണം ചെയ്തു പോകാൻ. ഇവിടെ A/B ആകുന്ന ആളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4, 3 എന്നാണ്. അതുകൊണ്ട് എയുടെ വാല്യൂ 4 എന്നെടുത്തോ, ബിയുടെ വാല്യൂ എത്രയെന്നെടുത്തോ, 3 എന്നെടുത്തോ, പ്രശ്നമില്ല. ഇവർ രണ്ടുപേരും ഏത് കണ്ടീഷനിൽ തന്നെ കിടക്കുകയാണ്? കോപ്രൈം കണ്ടീഷനിൽ തന്നെ കിടക്കുക. ഒരു ബുദ്ധിമുട്ടും ഇല്ലേ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഈ തന്നിരിക്കുന്ന രണ്ടാമത്തെ ആളിനെ നോക്കിയാൽ 3A + 2Bയുടെ വില എന്ന് പറയുന്നത് 24 പറയുന്നു. എങ്കിൽ എയുടെ വില എത്ര എന്നാണ് ചോദിക്കുന്നത്. നിങ്ങളിവിടെ ചെയ്യേണ്ടതാകുന്ന രീതി എന്താണെന്ന് പറഞ്ഞുതരാം. ആദ്യം എക്കും ബിക്കും വില കൊടുത്തേ. എവിടെ കൊടുക്കണം? 3A + 4B എന്ന് പറയുന്നതിനകത്ത് 2B എന്ന് പറയുന്നതിനകത്ത് ആ വിലയൊന്ന് കൊടുത്തേ. എത്ര എന്നാ വരുന്നത്? ഇത് 24 എന്നാണ് വരേണ്ടത്. നിങ്ങൾ ആ വിലയൊന്ന് കൊടുത്തു നോക്കേ. എക്ക് 4 കൊടുക്കേണ്ട, അപ്പം 3 × 4. ബിക്ക് കൊടുക്കേണ്ടത് എത്രയെന്നാണ് കൊടുക്കേണ്ടത്? 3 എന്നാണ് കൊടുക്കേണ്ടത്, അപ്പം 3 × 2. 3 12, 3 2 6, 12 6 18 എന്നാണ് വരുന്നത്. പക്ഷേ ശരിക്കും ചോദ്യം പറയുന്നത് ഇത് 24 തുല്യമെന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കണം? 18 എന്ന് പറയുന്ന മൂല്യം 24 തുല്യമാണ് എങ്കിൽ എ ആകുന്ന ആളെന്ന് പറയുന്നത് ചോദ്യത്തിൽ 4 അല്ലേ? 4 ആകുന്ന ആ ആള് എന്ന് പറയുന്നത് ശരിക്കും എന്തിനു തുല്യം? മക്കളെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത് ഈ 18 എന്ന് പറയുന്നത് നമ്മൾ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ കിട്ടിയ ആളാണ്. ഇവൻ എന്ന് പറയുന്നത് റിയൽ വാല്യൂ ആണ്. ശരിക്കും എന്താണ് അതിൻ്റെ വാല്യൂ എന്നുള്ളതാണ് 24 വരിക. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? ഇങ്ങനെയാകുന്ന ചോദ്യങ്ങളിൽ 18 എന്ന് പറയുന്ന ആൾ 24 എന്ന മൂല്യത്തിന് തുല്യമാണ് എങ്കിൽ ചോദ്യത്തിനകത്ത് നമുക്ക് തന്നിട്ടുള്ളതാകുന്ന എയുടെ മൂല്യമാകുന്ന 4 എന്തിന് ശരിക്കും തുല്യമായിരിക്കും എന്ന് കണ്ടുപിടിച്ചാൽ മതി. പറയേണ്ടതില്ലല്ലോ. വെട്ടി അങ്ങോട്ട് കളയുക. കോർണർ കട്ടിംഗ് റൂളാണ്. 6 കൊണ്ട് 2 പേരെയും വെട്ടാം. ഇവിടെ 3 വരും. 6 കൊണ്ട് ഇവനെ വെട്ടുമ്പോൾ ഇതെത്ര ആകും മക്കളെ? 4 ആകും. ശരിയല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അറിയാം. കോർണറിൽ ഡയഗണലായിട്ട് കിടക്കുന്ന 2 പേരെ മൾട്ടിപ്ലൈ. 4 × 4 16. അവശേഷിക്കുന്നവനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ദാറ്റ് ഈസ് ബൈ 3. 16/3 എന്നായിരിക്കും ആൻസർ. ദാറ്റ് വിൽ ബി ഓപ്ഷൻ ഡി. ഡൗട്ട് ഇല്ലല്ലോ? 16/3 എന്നായിരിക്കും ആൻസർ വരിക. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്കൊന്ന് നീങ്ങേ. ഈ ചോദ്യം വളരെ വളരെ പ്രധാനപ്പെട്ടതും ഇത് NTPC ലെവലിൽ ചോദിച്ചതുമാകുന്ന ഒരു ചോദ്യമാണ്. സമയമെടുക്കും ഈ ചോദ്യം ചെയ്യാൻ. പക്ഷേ പണി അറിയാമെങ്കിൽ നിസ്സാരമായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് സോൾവ് ചെയ്യാം. ചോദ്യത്തിനകത്ത് തന്നിട്ടുള്ള മൂല്യങ്ങൾ ആരൊക്കെയാണെന്ന് ആദ്യമേ ഒന്ന് എഴുതുക. A + B തന്നിട്ടുണ്ട്. അതാണ്ട് B + C തന്നിട്ടുണ്ട്. A + C തന്നിട്ടുണ്ട്. ഇത് എവിടെയാണ് മക്കളെ തന്നേക്കുന്നത്? റേഷ്യോയ്ക്ക് അകത്താ. ഒന്ന് ആലോചിച്ച് നോക്കേ. 6, 7, 8 ഇവന്മാർ ഏത് കണ്ടീഷനിൽ തന്നെയാണ്? ഇപ്പോൾ കോപ്രൈം ആകുന്ന കണ്ടീഷനിൽ തന്നെയാണ് കിടക്കുന്നത്. ശരിയല്ലേ? ഇവൻ്റെ വില 6, ഇതിൻ്റെ വില 7, ഇതിൻ്റെ വില 8. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. ഈ 3 പേരെയും കൂടെ ഞാനൊന്ന് കൂട്ടുകയാണ് എന്നാണെങ്കിൽ എത്ര എകളുണ്ട് ഇവിടെ? 2 A ഉണ്ട്. എത്ര B ഉണ്ട് ഇവിടെ? 2 B ഉണ്ട്. എത്ര C ഉണ്ട് ഇവിടെ? 2 C ഉണ്ട്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 2A + 2B + 2Cയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടും നിങ്ങൾക്ക്? 7 6 13, 13 8 എത്ര വരും? 21 എന്ന് വരും. ശരിയല്ലേ? ആണ്. ഞാൻ ഇതിനകത്തേക്ക് എന്തുകൊണ്ട് ഇനി ചെയ്തു പോകുന്നു എന്ന് നോക്കേ. മക്കളെ, ചോദ്യത്തിനകത്ത് ഒരു A + B + Cയുടെ വാല്യൂ 14 എന്ന് തരുന്നുണ്ട് എങ്കിൽ സിയുടെ വില എത്രയാണെന്നും ചോദിക്കുന്നുണ്ട്. അതിനുവേണ്ടി A + B + C ആകുന്നതിനകത്തേക്ക് എൻ്റെ കയ്യിലുള്ള A + B, B + C, A + C എന്ന് പറയുന്നതിലെ വിലകളെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കും. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? അത് റിയൽ വാല്യൂമായിട്ട് കമ്പയർ ചെയ്താണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്? ഫൈനൽ ആൻസർ ആകുന്ന സിയുടെ വാല്യൂവിനകത്തേക്ക് തന്നെ എന്താണെന്ന് പറഞ്ഞുതരാം. 3 കൂടെ കൂട്ടുമ്പോൾ എനിക്ക് എന്താ വരുന്നത്? 2A + 2B + 2Cയുടെ വാല്യൂ എത്രയെന്ന് വരും? 21 എന്ന് വരും. ഡൗട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേ. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കേ. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വേണം എന്നാണെങ്കിൽ അല്ലെ വേണ്ട, 2 രീതി ഞാൻ കാണിച്ചു തരാം. ഇവിടെ A + B + C എന്ന് പറയുന്നത് എന്തായി മാറും? ഇവിടെ 21/2 എന്ന് മാറും. ശരിയല്ലേ? അപ്പോൾ ചോദ്യം പറയുന്ന 14 എന്ന് പറയുന്ന മൂല്യം ശരിക്കും ആർക്ക് തുല്യം? 21/2 എന്ന് പറയുന്നതിന് തുല്യം. അതായത് 21/2 ശരിക്കും പറയുന്ന 14 ആകുന്ന റിയൽ വാല്യൂവിന് തുല്യമാണ്. ശരിയല്ലേ? ഇനി പറ, C ആകുന്ന ആളിനെ എന്ത് ചെയ്താൽ കിട്ടും? മക്കളെ, അത് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്നെ ഒന്ന് നോക്കേ. ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കേ മക്കളെ. നിങ്ങൾക്ക് ഈ ചോദ്യത്തിനകത്ത് C ആകുന്ന ആളെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? കിടക്കുന്ന ഒരു C. സികൾ വരുന്ന 2 മൂല്യങ്ങൾ കൂട്ടണം. ഇവന്മാരെ 2 പേരെയും കൂട്ടണം. കൂട്ടി കിട്ടുന്നതായവൻ ആരാണോ C ഇല്ലാത്തവനിൽ നിന്ന് അവനെ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അവശേഷിക്കുന്നവനെ വെച്ചുകൊണ്ട് കുറയ്ക്കണം എന്നാണ് പറഞ്ഞത്.
ഈ കാര്യത്തിൽ ഡൗട്ടില്ലല്ലോ. ഇനി ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ സി ഉള്ള 2 പേരെ കൂട്ടാൻ പറയുന്നത് എന്തുകൊണ്ടാ? ഇവനെ ഒന്ന് കൂട്ടി നോക്കേ. ബി അവിടെ ഒരെണ്ണം ഉണ്ട്. ഇനി അവിടെ ആരാ ഉള്ളത്? ഒരു എ അവിടെ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു എയും ഒരു ബിയും അവിടെ ഉണ്ട്. ദാറ്റ് ഈസ് എ പ്ലസ് ബി. പ്ലസ് ഇനി സി ഉള്ള 2 പേരെ കൂട്ടുമ്പോൾ 2 സി വരും. കണ്ടോ? ഇനി അവശേഷിക്കുന്നവനിൽ നിന്ന് അവനെ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ മൈനസ് എ പ്ലസ് ബി, അതായത് ബ്രാക്കറ്റ് തുറക്കുമ്പോൾ മൈനസ് എ മൈനസ് ബി എന്നാവും. എയും ബിയും വെട്ടും. ദാണ്ടേ ഇനി അവിടെ അവശേഷിക്കുന്നത് 2c ആണ്. 2cയുടെ വാല്യൂ എനിക്ക് അവിടെ നിന്ന് കിട്ടും. അതിനെ വെച്ചുകൊണ്ട് എനിക്ക് c ഈസ് ഈക്വൽ ടു എന്ന് കണ്ടുപിടിക്കാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ അല്ലേ? ഇനി എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കോ. ദാണ്ടേ ഇവിടെ എനിക്ക് വേണ്ടതാകുന്ന ആള് സിയുടെ മൂല്യം എന്താണ്? ആക്ച്വൽ വാല്യൂ അല്ല വേണ്ടത്. ആക്ച്വൽ വാല്യൂ കണ്ടുപിടിക്കണം. പക്ഷേ ഈ റേഷ്യോസിനകത്തുള്ള ഈ 6, 7, 8 വെച്ചിട്ട് സി എന്താകാം എന്നൊന്ന് നോക്കേ. ആദ്യം 8, 7, 15, 6 അതാണ്ടേ 8, 7 എത്ര വരും? 15. 15നകത്ത് നിന്ന് 6 പോയാൽ എത്ര വരും ഇവിടെ? 15നകത്ത് നിന്ന് 6 പോയാൽ 9. അതായത് 2cയുടെ വാല്യൂ എന്ന് പറയുന്നത് 9. ഞാൻ എന്താ ചെയ്യാൻ പറഞ്ഞതെന്ന് അറിയാമല്ലോ. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 2c വരും. ഒരു എയും ഒരു ബിയും വരും. അതിനെ ഞാൻ രണ്ടാമത്തെ ഈ സി ഇല്ലാത്ത ആളിനെ വെച്ച് കുറയ്ക്കുമ്പോൾ എനിക്ക് എന്ത് സംഭവിക്കും? എയും ബിയും കട്ടാൻ 2cയുടെ വാല്യൂ 9 എന്ന് വരും. സിയുടെ വാല്യൂ അപ്പോൾ എത്രയായി? 9/2. കണ്ടോ മക്കളെ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചോദ്യം പറയുന്നതായ എ പ്ലസ് ബി പ്ലസ് സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 21/2 ആണ്. അത് ശരിക്കും പറയുന്നത് ചോദ്യത്തിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത് ശരിക്കും 14 എങ്കിൽ ചോദ്യത്തിനകത്തുള്ളതാകുന്ന തന്നിട്ടുള്ള വാല്യൂവിനെ വെച്ചുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ സിയുടെ വാല്യൂ 9/2 ആണെങ്കിൽ അത് ശരിക്കും ആർക്ക് തുല്യമാണെന്ന് കണ്ടുപിടിക്കുക. ഇത്രയേ ഉള്ളൂ ഇവിടെ ചെയ്യേണ്ട കാര്യം. ഇനി എന്തൊക്കെ പറ്റുമെന്ന് ചോദിക്കേ. കോർണർ കട്ടിംഗ് റൂൾ പ്രകാരം ബൈ ടു മോളിൽ നിന്നും താഴെ നിന്നും വെട്ടാം. ഇനി എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ 21ഉം 14 7 കൊണ്ട് വെട്ടുമ്പോൾ ഇത് 2 ആകും. ഇത് എത്ര ആകും? 3 ആകും. ഈ 3 കൊണ്ട് ഈ 9നെ വെട്ടുമ്പോൾ ഇത് എത്ര ആകും മക്കളെ? 3 ആകും. ഇനി ഇവിടെ അവശേഷിക്കുന്നത് 1 പരിഗണിക്കേണ്ട. ഇനി കോർണറിൽ കിടക്കുന്ന ഡയഗണലായി കിടക്കുന്ന ആളുകളെ മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 2 എത്ര വരും ഇവിടെ? അതാണ് നമ്മുടെ ചോദ്യത്തിന് ആൻസർ 6. ഡിവൈഡഡ് ബൈ 1 ഉണ്ട്. അത് 1 ആയതുകൊണ്ടാണ് എടുക്കാൻ. സോ എൻ്റെ ചോദ്യത്തിന് ആൻസർ എത്ര മക്കളെ? 6 എന്ന് വരും. ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് ഏറ്റവും സിംപ്ലർ ആകുന്ന രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മെത്തേഡാണ്. ഈ മെത്തേഡ് നിങ്ങൾക്ക് വേറെ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഒന്നും ചെയ്തിട്ടുള്ളതായി കാണാൻ സാധിക്കില്ല. ഇതിങ്ങനെ ചെയ്യുന്നത് നമ്മൾ മാത്രമാണ്. എളുപ്പം ഞാനായിട്ട് അതിനെ ഒന്ന് ഫോർമുലേറ്റ് ചെയ്ത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കുക, ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത ചോദ്യം നോക്കിയേ മക്കളെ. എന്താ മക്കളെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പ്രോഡക്റ്റ് ഓഫ് 3 നമ്പേഴ്സ് എന്ന് പറയുന്നത് 10, 290. കണ്ടോ? 10,290 ആണ് 3 നമ്പറുകളുടെ പ്രോഡക്റ്റ്. ഇനി എന്താ? നമ്പേഴ്സുകളുടെ റേഷ്യോ 3:5:2 ആണ്. നമ്പേഴ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:5:2 എന്താ മക്കളെ? 2 എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ദ ഗ്രേറ്റസ്റ്റ് നമ്പർ, ആ മൾട്ടിപ്ലൈ ചെയ്യാൻ ഉപയോഗിച്ച നമ്പറുകളിലെ ഗ്രേറ്റസ്റ്റ് അതാരാടാ? 5 ആകുന്ന ആളിൻ്റെ സ്ഥാനത്ത് വരുന്ന ആളല്ലേ? ശരി. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കയ്യിൽ തരുന്ന നമ്പറുകൾക്ക് പൊതുവാകുന്ന ഒരു കോമൺ ആകുന്ന ഫാക്ടർ, ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടർ അല്ലെ HCF ആകുന്ന ഒരാളുണ്ടാകും. ആ ആളെ വെട്ടിക്കളയുമ്പോഴാണ് നമുക്ക് ഈ ബേസ് ഫോം ആകുന്ന 3:5:2 കിട്ടുന്നത്. ആ HCF ആകുന്ന ആൾ എക്സ് ആണെങ്കിൽ തിരിച്ച് ആ എക്സ് കൊണ്ട് 3യെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, 5നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, 2നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമുക്ക് എന്ത് കിട്ടും? ആ വെട്ടിക്കളഞ്ഞ HCF ആകുന്ന ആൾ എക്സ് ആണ്. അവനെ തിരിച്ച് തന്നിട്ടുള്ള റേഷ്യോയിലെ ഓരോ സ്ഥാനങ്ങളോടും മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് നമ്പേഴ്സുകളെ തിരിച്ച് അതേപോലെ കിട്ടും അല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇതായിരിക്കും അല്ലേ? 3x × 5x × 2x അല്ലേ? ഓക്കെ അല്ലേ? ആണ്. ഇത് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എന്ന് പറയുന്നത് 102, 90 എന്നായിരിക്കും വരുന്നതെന്നാണ് ചോദ്യം പറയുന്നത്. ശരിയല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ എക്സ് എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം. x × x × x എന്താ മക്കളെ? x³ ഓക്കെ അല്ലേ? ഇനി 5 × 3 15 × 2 എത്ര വരും ഇവിടെ? 30 ഇവിടെ ഉണ്ട്. ഇത് ആർക്ക് ഈക്വലാണ്? 102, 90ന് ഈക്വലാണ്. 30നകത്തുള്ളതാകുന്ന ഒരു പൂജ്യവും ഈ ഒരു പൂജ്യം കൂടെ വെട്ടാം. 3 കൊണ്ട് ഇവന്മാരെ വെട്ടാം. 3 തവണയടങ്ങും. ബാലൻസ് 12നകത്ത് 4 തവണയടങ്ങും. ഇനി അവശേഷിക്കുന്നതായ 9നകത്ത് എത്ര തവണ? 3 തവണ. അതായത് x³ 343 ആണ്. എക്സ് അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും മക്കളെ? എക്സ് എന്ന് പറയുന്നത് 7 ആയിരിക്കുമെന്ന് ഡൗട്ടില്ലല്ലോ. കാര്യം 7ന്റെ ക്യൂബാണ് 343. അങ്ങനെയാണെങ്കിൽ കൂട്ടത്തിലെ വലിയ നമ്പർ ആരാണെന്ന് അറിയാൻ ഈ 5ന്റെ സ്ഥാനത്തുള്ളവന് വില കൊടുക്കണം. ആർക്ക് വില കൊടുക്കണം? എക്സിന് വില കൊടുക്കണം. അപ്പോൾ 5 × 7 എന്നാകും. സോ ദാറ്റ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 7 × 5 35 എന്നാകും. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് പോകാം. അടുത്ത ചോദ്യം നോക്കേ മക്കളെ. ഈ ഒരു ചോദ്യം നോക്കേടാ. ഒരു ട്രെയിൻ ഉണ്ട്. ആ ട്രെയിനിനകത്ത് കുറച്ച് ആളുകളുണ്ട്. അതുപോലെ തന്നെ അവരുടെ പട്ടികളുമുണ്ട്. ഓക്കെ അല്ലേ? അങ്ങനെയുള്ളതാകുന്ന ആ ട്രെയിനിനകത്ത് മെൻ ആൻഡ് ഡോഗ്സിൻ്റെ റേഷ്യോ എല്ലായ്പ്പോഴും എന്തായിരിക്കണം? 5:2 ആകുന്ന രീതിയിലായിരിക്കണം. അറ്റ് എ ടൈം ആ ട്രെയിനിനകത്ത് 54 കാലുകളുണ്ടെങ്കിൽ ടോട്ടൽ എത്ര ഡോഗ്സ് അതിനകത്ത് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുമെന്ന്. മക്കളെ സിമ്പിളാണ്. ഇവിടെ 5:2 അല്ലേ റേഷ്യോ?
നമുക്ക് സിമ്പിളായിട്ടൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. ഒരാളിന് 2 കാലുണ്ട്, പട്ടിക്ക് 4 കാലുണ്ട്. അതായത് മിനിമം 5:2 എന്ന് പറയുന്ന ബേസ് ഫോമിലാണ് കണ്ടീഷൻ കിടക്കുന്നതെങ്കിൽ മിനിമം അവിടെ 10 കാലുകൾ മനുഷ്യൻ്റെതുണ്ടാകും, 8 കാലുകൾ പട്ടിയുടേതുണ്ടാകും. അതായത് മിനിമം അവിടെ 18 ലെഗുകൾ ഉണ്ടാവും. ശരിയല്ലേ? 18 ലെഗ്. ഇനിയൊന്ന് മനസ്സിലാക്കണം, ഈ റേഷ്യോയ്ക്കകത്ത് എന്താകുന്ന ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഇനി കിട്ടാൻ പോകുന്ന ലെഗ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 18ൻ്റെ എന്തായിരിക്കും? മൾട്ടിപ്പിൾ ആയിരിക്കും. 18ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും കേട്ടോ. അതായത് ഈ 5:2 എന്ന് പറയുന്നത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ആളുകളുടെയും പട്ടികളുടെയും എണ്ണം മാറ്റി മാറ്റി എടുക്കാൻ പറ്റുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ 18 ലെഗ്സ് എന്ന് പറയുന്നത് എന്താണ്? മൾട്ടിപ്പിൾ ആയിട്ട് വരും. 18ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് ഇനി എല്ലാ ലെഗ്സുകളും, ടോട്ടൽ ലെഗ്സുകൾ ഇനി ആ ട്രെയിനിനകത്ത് വരാൻ പോകുന്നത്. ശരിയല്ലേ? അങ്ങനെയാകുമ്പോൾ 18ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ 54 എന്ന് പറയുന്നത് 18ൻ്റെ എത്രാമത്തെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കിയാൽ മതി. 18ൻ്റെ 3ാമത്തെ മൾട്ടിപ്പിളാണ് 54. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? 3ാമത്തെ മൾട്ടിപ്പിൾ ആണെന്ന് അറിഞ്ഞില്ലേ, ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്താ പറയണ്ടേ? 5 എന്ന് പറയുന്ന ആൾ, അതുപോലെ 2 എന്ന് പറയുന്ന ആൾ, അവയുടെ കൂടെ ഈ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത എണ്ണം കിട്ടും. അവിടെ ചോദിക്കുന്ന പട്ടിയുടെ എണ്ണം ആയതുകൊണ്ട് 3 എന്ന് പറഞ്ഞ് ഗുണിക്കേണ്ടത് ആ 2 ആകുന്ന ബേസ് റേഷ്യോ, ആ ബേസ് റേഷ്യോയ്ക്കകത്ത് കിടക്കുന്ന 2. ഓക്കെ, മിനിമം 2 പട്ടികൾ എങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 18 ആകുന്ന രീതിയിൽ 54 കാലുകൾ വരണമെന്നുണ്ടെങ്കിൽ അവിടെ 3 മൾട്ടിപ്പിൾ വരുന്നില്ലേ, ആ 3 കൊണ്ട് അവനെ മൾട്ടിപ്പിൾ ചെയ്യും. 3 × 2 എത്ര വരും? 6. അതായത് 6 പട്ടികളുണ്ട് ആ വണ്ടിയിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ട്രെയിനിനകത്ത് 6 പട്ടികളുണ്ട്. അപ്പോൾ ചിന്തിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, 5:2 ആകുന്ന റേഷ്യോയിലാണ് അവിടെ സംവിധാനം മുന്നോട്ട് പോകുന്നതെങ്കിൽ അവിടെ മിനിമം ആളുകളുടെ കാലുകൾ എണ്ണി നോക്കുമ്പോൾ മിനിമം 18 കാലുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മിനിമം ലെഗ്സുകൾ എത്രയുണ്ട്? അതും ഒരു ചോദ്യമാണ്. ചിലപ്പം അവർ 5:2 എന്ന് തന്നിട്ട് അവർ ചോദിക്കും മിനിമം ആ ട്രെയിനിൽ എത്ര കാലുകൾ ഉണ്ടാകണം. ഓക്കെ ആണോ? അത് 18 കാലുകളാണ്. ഇനി പറയണം, കണ്ടീഷൻ മാറിയാലും അവിടെ മനസ്സിലാക്കേണ്ടത് 18ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും ഇനി ടോട്ടൽ ലെഗ്സുകൾ എപ്പോഴും വരിക. ടോട്ടൽ ലെഗ്സുകൾ എല്ലായ്പ്പോഴും ഇനി എന്തായിരിക്കും? 18ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും വരിക. അങ്ങനെ ടോട്ടൽ ലെഗ്സ് 18ൻ്റെ മൾട്ടിപ്പിളായി വരുവാണ് എന്നാണെങ്കിൽ 54 എത്രാമത്തെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കണം. ആ എത്രാമത്തെ മൾട്ടിപ്പിൾ ആണെന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യുക? ഈ 2 ആകുന്നതിൻ്റെ കൂടെ മൾട്ടിപ്പിൾ ചെയ്യുകയാണെങ്കിൽ ഡോഗ്സിൻ്റെ എണ്ണം കിട്ടും. 5 ആകുന്നതിൻ്റെ കൂടെ മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് മെന്നിൻ്റെ എണ്ണം കിട്ടും. ഡൗട്ടില്ലല്ലോ. അടുത്ത ചോദ്യത്തിനകത്തേക്ക് വാ. എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? റേഷ്യോ ഓഫ് എഫിഷ്യൻസി ഓഫ് 2 വർക്കേഴ്സ് ഇസ് 3:2 എന്നാണെങ്കിൽ അവർക്ക് 400 രൂപയാകുന്ന ഡെയിലി വേജസ് കൊടുക്കുക. അതിൽ ആദ്യം 3 ആകുന്ന ഷെയർ പിക്ക് പോവും, ക്യൂ ആകുന്ന ആൾക്ക് 2 ഷെയർ പോവും. 400 രൂപ മൊത്തം ഉണ്ടെങ്കിൽ പി ആകുന്ന ആൾക്ക് എത്ര കിട്ടുമെന്നുള്ളതാണ് ചോദിക്കുന്നത്. നമുക്കിത് എളുപ്പം പറയാൻ പറ്റുമല്ലോ. എന്ത് ചെയ്താൽ മതി? 3ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 5 ഷെയറുകളുണ്ട്. 5 ഷെയറുകൾ എന്ന് പറയുന്നത് 400 രൂപയ്ക്ക് തുല്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പി ആകുന്ന ആൾക്ക് കിട്ടേണ്ടത് 3 ഷെയർ അല്ലേ? ആ 3 ഷെയറുകൾ എന്ന് പറഞ്ഞാൽ എന്തിനു തുല്യമായിരിക്കും? ഡയറക്റ്റായിട്ട് ചെയ്യാലോ. 5 കൊണ്ട് 40, 400നെ വെട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 80 കിട്ടും. ഇനി കോർണർ ആകുന്ന ഡയഗണലി കിടക്കുന്ന വാല്യൂസ് മൾട്ടിപ്ലൈ 80 × 3 എത്ര വരും? 240 രൂപയാണ് ആർക്ക് കിട്ടുക? പിക്ക് കിട്ടുക. ഡൗട്ടില്ലല്ലോ. ഡൗട്ടുണ്ടോ? ഇല്ല. അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് വായോ. അടുത്തതാകുന്ന ചോദ്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ്. ഇമ്പോർട്ടൻ്റ് ആകുന്ന കോൺസെപ്റ്റാണ്. ഈ പെർസെൻറ്റേജ് വൈസ് വരുന്നതാകുന്ന ചോദ്യമാണ് ഇത്. ശരിയല്ലേ? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെർസെൻറ്റേജ് വൈസ് വരുന്നൊരു ചോദ്യമാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, തന്നിരിക്കുന്ന ക്വാണ്ടിറ്റികൾക്കെല്ലാം ഒരുപോലത്തെ ചേഞ്ച് ആണ് വരുന്നതെങ്കിൽ, ഓക്കെ ആണോ? സെയിം ചേഞ്ച് ആണ് വരുന്നതെങ്കിൽ, എല്ലാ ആളുകൾക്കും വരുന്നത് സെയിം ആകുന്ന ചേഞ്ച് ആണെങ്കിൽ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നോ ചേഞ്ച് ആയിരിക്കും. നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? നോ ചേഞ്ച് ആയിരിക്കും. സെയിം ചേഞ്ച് ആണ് ഞാനൊരു റേഷ്യോയിൽ കൊണ്ടുവരുന്നതെങ്കിൽ നെറ്റ് എഫക്റ്റ് നോ ചേഞ്ച് എന്നായിരിക്കും. അതിനൊരു എക്സാമ്പിളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ 1:2:3 എന്ന റേഷ്യോയിലാണ് ഒരു കുട്ടിക്ക് എന്ത് കിട്ടുന്നത്? മാർക്ക് കിട്ടുന്നത്. എത്ര സബ്ജക്റ്റുകൾക്ക്? 3 സബ്ജക്റ്റുകൾക്ക്. ഇനി സ്കൂളുകാർ എന്ത് തീരുമാനിക്കുന്നു എന്ന് ചോദിച്ചാൽ, നിലവിൽ ആ കുട്ടിക്ക് എത്രയാകുന്ന മാർക്കുണ്ടോ ആ മാർക്കിനോടൊപ്പം 5% ആകുന്ന ഗ്രേസ് മാർക്ക് കൂടി കൊടുക്കാം എന്ന് ആ സ്കൂളുകാർ തീരുമാനിച്ചു. എങ്കിൽ അവിടെ വരുന്ന ആ പുതിയ റേഷ്യോ എന്തായിരിക്കും? ആ കുട്ടിക്ക് 1:2:3 ആരാകും ആ കുട്ടിയുടേത് എന്നാണ് ചോദിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. നിലവിൽ അവൻ്റെ മാർക്ക് 1:2:3 എന്ന റേഷ്യോയിലാണ്. വേണമെങ്കിൽ ആദ്യത്തെ സബ്ജക്റ്റിന് 1 മാർക്ക്, രണ്ടാമത്തെ സബ്ജക്റ്റിന് 2 മാർക്ക്, മൂന്നാമത്തെ സബ്ജക്റ്റിന് 3 മാർക്ക് എന്ന് പറഞ്ഞു. കുഴപ്പമില്ല. ഇനി എന്താ നമ്മൾ ചിന്തിക്കേണ്ടേ? ആദ്യത്തെ സബ്ജക്റ്റിന് എത്ര മാർക്കുണ്ടോ അതിൻ്റെ 105% മാർക്ക് എന്ത് ചെയ്യും? അതിൻ്റെ കൂടെ ഗ്രാൻഡ് ചെയ്യും. അതായത് നിലവിലെ 5% കൂടെ ചേർത്ത് നിലവിലുള്ള മാർക്ക് എപ്പോഴും 100%. അതിൻ്റെ കൂടെ ഒരു 5% കൂടെ ചേരുമ്പോൾ 105%. അതായത് 1 എന്ന് പറയുന്ന മാർക്ക് അതിൻ്റെ കൂടെ ആ 5% കൂടെ ചേർക്കുമ്പോൾ 105% ഓഫ് 1 മാറും. ശരിയല്ലേ? 2 എന്ന് പറയുന്ന ആൾക്കും അതുപോലെ തന്നെ എന്ത് സംഭവിക്കും? 105% മാറും.
അതുപോലെ 3 ആകുന്ന ആളും എന്താകൂടാ 105% രീതിയിലേക്ക് പോകും. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, 3 കോമൺ ആയിട്ട് 105/100 വരുന്നുണ്ട്. അതങ്ങ് വെട്ടിക്കളയല്ലേ. അപ്പോൾ ഞാൻ എന്തെങ്കിലും ആകുന്നൊരു ചേഞ്ച് ആണോ വരുത്തിയ? ആണ്. ആ ചേഞ്ച് എല്ലായിടത്തും ഒരുപോലെ വരുത്തി എന്നുള്ളത്. അപ്പം നെറ്റ് എഫക്റ്റ് എന്താ? വെട്ടിപ്പോകുകയാണ്. സ്റ്റിൽ റേഷ്യോ 1:2:3 ആണ്. ദാറ്റ് ഈസ് നോ ചേഞ്ച് ആണ് റിസൾട്ട്. അങ്ങനെയാണെങ്കിൽ റേഷ്യോ എന്തായിരിക്കും? ഓപ്ഷൻ എ ഇറ്റ് സെൽഫ്. ഓക്കെ അല്ലേ? ഓപ്ഷൻ എ തന്നെയായിരിക്കും എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഡൗട്ട് ഇല്ലല്ലോ. അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് വാ മക്കളെ. ഇത് നമ്മുടെ എന്താണ് കമ്പൈൻ ചെയ്ത് പറയത്തക്ക വിധത്തിലുള്ളൊരു കാര്യമാണ്. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? A/Bയുടെ മൂല്യം 5 5:7 A/Bയുടെ മൂല്യം എന്ന് പറയുന്നത് 5:7. ഇവന്മാർ രണ്ടുപേരും കോപ്രൈമിലായതുകൊണ്ട് എയുടെ വാല്യൂ 5 എന്ന് പറയാം, ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തെന്ന് പറയാം? 7 എന്ന് പറയാം. ഇനി C/Dയുടെ വാല്യൂ നോക്കേ, 2A/3B എന്ന. എക്കും ബിക്കും ഇടയിൽ കോമൺ ഫാക്ടറുകൾ ഒന്നും ഇല്ല എന്നുള്ളത് ആദ്യത്തെ A/B നോക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ്. ആയ കാരണം കൊണ്ട് ഇനി നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. എന്ത് പറയാം? സിയുടെ വാല്യൂ നിങ്ങൾക്ക് എടുക്കാൻ 2A, അതുപോലെ ഡിയുടെ വാല്യൂ നിങ്ങൾക്ക് എടുക്കാം എങ്ങനെ? 3B എന്നാണെങ്കിൽ AC/BD എത്രയാണെന്ന് കണ്ടുപിടിക്കും. AC/BD അതായത് AC ഡിവൈഡഡ് ബൈ BD കണ്ടുപിടിക്കും. അതായത് AC എന്ന് പറഞ്ഞാൽ എന്താ? A ഇൻറ്റു C ആണ്. BD എന്ന് പറഞ്ഞാൽ B ഇൻറ്റു D ആണ്. ഇത് ഞാൻ പറയേണ്ട കേസ് അല്ലല്ലോ. ഞാൻ പറയേണ്ട കേസ് ഇല്ലല്ലോ. ഇല്ല. ഇനി ഒന്ന് പറഞ്ഞേടാ, അവിടെ എയുടെ സ്ഥാനത്ത് 5 എന്ന് എഴുതാം, സിയുടെ സ്ഥാനത്ത് 2A, എയുടെ വാല്യൂ 5 ആണ്. ഓക്കെ അല്ലേ? ഇനി ബിയുടെ സ്ഥാനത്ത് എത്ര ഉള്ള? 7 ആണ്. അവിടെ എത്ര? ഡിയുടെ സ്ഥാനത്ത് എഴുതേണ്ട 3B, ബിയുടെ സ്ഥാനത്ത് 7 അല്ലേ? ഇനി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക ആൻസറുകൾ. 5 × 5 25 × 2 50. 50 ഡിവൈഡഡ് ബൈ 7 49 × 3 എന്ന് പറയുന്നത് 147. സോ എൻ്റെ ആൻസർ 50:147 എന്ന് വരും. ഡൗട്ട് ഉണ്ടോ? 50:147 എന്ന് വരും. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അടുത്തതാകുന്ന ചോദ്യം നോക്കേ. ഈ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 ടൈംസ് ഓഫ് A ഈസ് ഈക്വൽ ടു, നോക്കേ, എയുടെ 2 മടങ്ങെന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 3 ടൈംസ് ഓഫ് B, 3 മടങ്ങ്. ബിയുടെ 3 മടങ്ങിന് ഈക്വൽ ആണ്. ബിയുടെ 3 മടങ്ങിന് ഈക്വൽ ആണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഈസ് ഈക്വൽ ടു ആൻഡ് ഓൾസോ ഈക്വൽ ടു 4 ടൈംസ് ഓഫ്, ഓൾസോ ഈക്വൽ ടു 4 ടൈംസ് ഓഫ് C എന്ന് പറഞ്ഞാൽ എന്താ? 2A ഈക്വൽ ടു 3B ഈക്വൽ ടു 4C എന്ന്. ഇനി നിങ്ങൾക്ക് എന്ത് വേണം? ഇവിടെ നിന്ന് A/B/C കാണണം. ഇത്രയല്ലേ ഉള്ളൂ പ്രശ്നം. ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എയുടെ സ്ഥാനത്ത് വരുന്ന ആളെ കിട്ടാൻ വേണ്ടി എ ആകുന്ന ആളിനെ മാറ്റി കട്ട് ചെയ്ത് കളയുക. ഓക്കെ അല്ലേ? എ ആകുന്ന ആളിനെ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ബിയോടൊപ്പവും സിയോടൊപ്പവും ഉള്ള ആളിനെ മൾട്ടിപ്ലൈ ചെയ്യും. 4 × 3 എത്ര? 12. അതാണ് എയുടെ സ്ഥാനത്ത് വരുന്ന വാല്യൂ. ഈസ്റ്റു. ഇനി ബിയുടെ സ്ഥാനത്ത് വരുന്നവനെ കിട്ടാൻ വേണ്ടി ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ബിയുടെ സ്ഥാനത്ത് വരുന്നവൻ ആരാണ് എന്നറിയാൻ വേണ്ടി ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇവിടെ എയുടെ സ്ഥാനത്ത് 2A എന്നല്ലേ? 2A 3B 4C എന്നല്ലേ? ആണ്. ഇനി നമുക്ക് വേണ്ടത് ബിയുടെ സ്ഥാനത്ത് വരുന്ന ആളല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബിയുടെ സ്ഥാനത്ത് വരുന്നവനെ വെട്ടണം, അവശേഷിക്കുന്ന 2 പേരെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ അല്ലേ? ആരാത്? 2ഉം 4ഉം. 2 പേരെ മൾട്ടിപ്ലൈ, 4 × 2 ഈസ് 8 ഈസ് ഡു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്താ വേണ്ടേ? ഇവിടെ എത്ര ആയിരുന്നു? 3B അല്ലേ? ഇനി നമുക്ക് സിയുടെ സ്ഥാനത്തുള്ള ആളെ വേണം. അപ്പോൾ സിയുടെ സ്ഥാനത്തുള്ള ആളിനെ അങ്ങ് വെട്ട്. ഇനി എന്ത് ചെയ്യണം? എയുടെയും ബിയുടെയും കൂടെ ഉള്ളവനെ മൾട്ടിപ്ലൈ. 3 × 2 എത്ര വരും? 6. കണ്ടോ? അപ്പോൾ നമ്മുടെ ആൻസർ A/B/Cയുടെ വാല്യൂ എത്ര വന്നു? 12:8:6. ഇനി ഇവനെ വെട്ടി ബേസ് ഫോമിനകത്തേക്ക് ആക്കേണ്ടി വരും. എത്ര കൊണ്ട് വെട്ടാടാ? 2 കൊണ്ട് വെട്ടാം. അപ്പോൾ എത്ര വരും? 6:2. 2 കൊണ്ടായപ്പോൾ 4 ഈസ്റ്റു 2 കൊണ്ടായപ്പോൾ 3 6:4:3. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. കണ്ടോ? അപ്പോൾ കൃത്യമാകുന്ന രീതിയിൽ ആൻസറുകൾ ചെയ്തു പോകാൻ വളരെ നിസ്സാരമാകുന്ന രീതിയിൽ തന്നെ നമ്മളെ കൊണ്ട് പറ്റുവേ. അടുത്തതാകുന്ന ചോദ്യം നോക്കേടാ. വളരെ എളുപ്പം. ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചൊരു ചോദ്യം. എന്താ പറഞ്ഞിരിക്കുന്നത്? 60% ഓഫ് എ ഈസ് ഈക്വൽ ടു, 60% എന്ന് പറഞ്ഞാൽ 60/100 ഓഫ് എ ഈസ് ഈക്വൽ ടു, ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു എ ഈസ് ഈക്വൽ ടു 1.2 എന്ന് പറഞ്ഞാൽ എന്താ? 12 ഡിവൈഡഡ് ബൈ 10. ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു 2/5. ഓക്കെ അല്ലേ? ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇൻറ്റു സി. ഇനി ഒന്ന് നോക്കേടാ. എളുപ്പം ചെയ്യാനുള്ള വഴിയെന്ന് പറഞ്ഞാൽ 5 കൊണ്ട് എല്ലാവരെയും വെട്ടാം. 5 കൊണ്ട് വെട്ടുമ്പോൾ ഇത് 1 മാറുവേ. ഇതെത്രയായി മാറും? 2 ആവുവേ. ഇതെത്രയായി മാറും? 5 കൊണ്ട് വെട്ടിയാൽ ഇത് 20 ആകുവേ. 60 ഡിവൈഡഡ് ബൈ 20 എത്രയാണ് മക്കളെ? 3. അപ്പോൾ 3A ഈസ് ഈക്വൽ ടു 12/2 എന്ന് പറഞ്ഞാൽ എത്ര ആവും? 6 ബി. ഇവിടെ എത്ര ഇനിയുള്ള? 2C. ഇനിയെങ്കിൽ A/B/C ആര് വരും? എയുടെ സ്ഥാനത്ത് A/B/C. എയുടെ സ്ഥാനത്ത് വരുന്ന ആളിനെ കിട്ടാൻ എന്ത് ചെയ്യാം? എ ആകുന്നവനെ ഒഴിവാക്കി നിർത്തിയിട്ട് ബാക്കി 2 പേരെ മൾട്ടിപ്ലൈ ചെയ്യുക. 6 × 2 12 ഈസ്റ്റു. ഇനി ബി ആകുന്ന ആളിൻ്റെ സ്ഥാനത്ത് കിടക്കുന്നവനെ കിട്ടാൻ ബിയെ അവോയ്ഡ് ചെയ്യുക, ബാക്കി 2 പേരെ മൾട്ടിപ്ലൈ ചെയ്യുക. 3ഉം 2ഉം 6. ഓക്കെയാണ്? ഈസ്റ്റു. ഇനി സി ആകുന്ന ആളിൻ്റെ സ്ഥാനത്ത് കിടക്കുന്നവനെ കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? സി ആകുന്ന ആൾ ഒഴികെ ബാക്കി 2 പേരെ മൾട്ടിപ്ലൈ. 6 × 3 എത്ര വരും? 18. ഇനി ഇവന്മാരെ നമുക്ക് എന്ത് ചെയ്യാം?
ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി ഇവന്മാരെ നമുക്ക് എന്ത് ചെയ്യാം? എ ഈസ്റ്റ് ബി ഈസ്റ്റ് സി ആകുന്ന ആളിപ്പോൾ ബേസ് ഫോമിലായിട്ടുണ്ടോ? ഇല്ല. ഇവനെ നമുക്ക് ഇനി എന്ത് ചെയ്യാം മക്കളെ? വെട്ടി ചെറുതാക്കാം. വെട്ടി ചെറുതാക്കി ഇത് ആരാകും? എത്ര കൊണ്ട് വെട്ടാം? 6 കൊണ്ട് വെട്ടാം. 6 കൊണ്ട് 12നെ വെട്ടിയ 2, 6 കൊണ്ട് 6നെ വെട്ടിയാൽ 1, 6 കൊണ്ട് 18നെ വെട്ടിയാൽ 3. അതായത് നമ്മുടെ ആൻസർ 2:1:3. ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. കണ്ടോ? എളുപ്പത്തിൽ ആൻസറുകൾ കിട്ടുന്നത് കണ്ടോ? അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് വാ. ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്? 2000 ഡിവൈഡഡ് അമong എ ബി ആൻഡ് സി സച്ച് ദാറ്റ് ഹാഫ് ഓഫ് എ's പാർട്ട്, എ ആകുന്നവൻ്റെ പകുതി, അതായത് എയുടെ പകുതി എന്ന് പറഞ്ഞാൽ a/2. ഓക്കെ ആണോ? അത് ആർക്ക് ഈക്വലാ? 1/3 ഓഫ് ബി. 1/3 എന്ന് പറഞ്ഞാൽ ബി ആണ് മൊത്തത്തിൽ അതിൻ്റെ 1/3. അപ്പോൾ b/3. അത് ആർക്ക് ഈക്വൽ? ആൻഡ് 1/5 ഓഫ് ദ സി, അതായത് സി എന്ന് പറയുന്നവൻ്റെ 5-1 കഷണം. അപ്പോൾ c/5 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് എ's പാർട്ട് എന്നാ ചോദിക്കുന്നത്. ഈ ചോദ്യം എഴുതിയപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു കാര്യം വന്നിട്ടുണ്ടാകും. എക്ക് 2 എന്ന് വിളിക്കാം, ബിക്ക് 3 എന്ന് വിളിക്കാം, സിക്ക് 5 എന്ന് വിളിക്കാം. എന്നാണെങ്കിൽ ടോട്ടൽ ഷെയറുകൾ എങ്ങനെയാ? മൊത്തം 2000 ഉണ്ട്. അതിലെ 2 ഷെയർ എ, 3 ഷെയർ ബി, 5 ഷെയർ സി. അപ്പം നമ്മൾ പറയുന്നു 5, 3, 8, 2, 10. മൊത്തം കൂടെ കൂട്ടുമ്പോൾ 10 ഷെയറുകളുണ്ട് മൊത്തം. അതാണ് 2000 എന്ന് പറയുന്നത്. അതിൽ എക്ക് എത്ര ഷെയർ പോകണം? 2 ഷെയർ പോയാൽ മതി. ഈ 2 ഷെയർ എത്ര രൂപയാണ്? കോർണർ കട്ടിംഗ് റൂള്. 10ൻ്റെ 0, ദാ ഇവിടുത്തെ ഒരു 0. ഇവിടെ ഇനി 200 ഉണ്ട്, ദാ ഇവിടെ ഒരു 2 ഉണ്ട്. ഒന്ന് ക്രോസ് ചെയ്താൽ മതി. ഡയഗണലായി കിടക്കുന്നവന്മാരെ മൾട്ടിപ്ലൈ ചെയ്യണം. അവശേഷിക്കുന്നത് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. ഒന്നും ചെയ്യേണ്ട. അതുകൊണ്ട് 1ൻ്റെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് വലിയ എഫക്റ്റ് ഒന്നും ഇല്ലല്ലോ. ഒരു എഫക്റ്റ് അവിടെ ഇല്ലല്ലോ. ജസ്റ്റ് 200 ഗുണം 2 മാത്രം ചെയ്താൽ മതി ആൻസർ കിട്ടാൻ. 400 എന്ന് വരും. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അടുത്തതാകുന്ന ചോദ്യം നോക്കിയാൽ മക്കളെ. 651 രൂപ ഡിവൈഡ് ചെയ്യുന്നു. ആരൊക്കെ? എയും ബിയും സിയും. ഇൻ സച്ച് എ വേ ദാറ്റ് ട്വൈസ് ഓഫ് എ's ഷെയർ, എയുടെ 2 മടങ്ങ്, ഈസ് ഈക്വൽ ടു ത്രൈസ് ഓഫ് ബീസ്. കണ്ടോ? ത്രൈസ് ഓഫ് ബി ആൻഡ് 5 ടൈംസ് ഓഫ് സീസ് ഷെയർ ആർ ഈക്വൽ. ആൻഡ് 5 ടൈംസ് ഓഫ് സീസ് ഷെയർ ആർ ഈക്വൽ. ഫൈൻഡ് ദ ഷെയർ ഓഫ് സി, അല്ലെങ്കിൽ ഫൈൻഡ് സീസ് ഷെയർ. ഇതാണ് ചോദ്യം. ഓക്കെ ആണോ? ഇനി നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഇത് 2a:3b:5c അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? a:b:c കണ്ടുപിടിക്കണം. ആരെ കണ്ടുപിടിക്കണം? a:b:c കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? എ കിട്ടാൻ വേണ്ടി എയുടെ കാര്യം മാറ്റി നിർത്തിയിട്ട് ബാക്കി 2 വരും. 5 ഗുണം 3 എത്ര വരും? 15. ഈസ് ബി ആകുന്ന ആളിനെ കിട്ടാൻ ഇവനെ മാറ്റി നിർത്തി ബാക്കി 2 വരും. 5 ഗുണം 2 എത്ര വരും? 10. സി ആകുന്നവനെ കിട്ടാൻ അവിടുത്തെ വാല്യൂ മാറ്റി നിർത്തി ബാക്കി 2 വരെ. 3 ഗുണം 2 എത്ര വരും? 6. കണ്ടോ? 15:10:6. ഇനി ഇതിനെ വെട്ടി ചെറുതാക്കാൻ പറ്റൂല. ഇനി നമ്മൾ നോക്കണം ടോട്ടൽ എത്ര ഷെയർ ഉണ്ട്? 651 രൂപ എന്ന് പറയുന്നത് 15 + 10 + 6 എത്ര വരും? 15, 10, 25, 6, 31. മൊത്തം 31 ഷെയറുകളുണ്ട്. ഈ 31 ഷെയറുകളാണ് 651 രൂപ എന്ന് പറയുന്നത്. അതിൽ സിയുടെ ഷെയർ എന്ന് പറയുന്നത് 6 ഷെയറുകളാണ്. ഈ 6 എന്ന് പറയുന്നത് എത്ര തുകയ്ക്ക് തുല്യമാണ്? ഓക്കെ അല്ലേ? ആൻസറുകളെല്ലാം ഹോൾ നമ്പേഴ്സിലാണ്. ഉറപ്പാണ്. അപ്പോൾ 31 കൊണ്ട് 651നെ വെട്ടാൻ പറ്റും. എത്ര വരും ഇവിടെ? 31നകത്ത് 2 വെട്ടം 62. ബാലൻസ് ഒരു 3 ഉണ്ട്. 31 ആകും. അതെത്ര കൂടെ? 1 എന്നാകും. സോ ദാറ്റ് നമ്മൾ മനസ്സിലാക്കുന്നു ഇവിടെ വെട്ടുമ്പോൾ എൻ്റെ ആൻസർ വരുന്നത് എത്രയെന്നാ? 21 എന്നാണ് വരുന്നത്. എത്ര എന്നാ വരിക? 21. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ കോർണർ കട്ടിംഗ് റൂള് പ്രകാരം ഈ 6ഉം 21 എനിക്ക് എന്ത് ചെയ്യാം മക്കളെ? മൾട്ടിപ്ലൈ ചെയ്യാം. 21 × 6 എന്ന് പറയുന്നത് എത്രയാണ് വരിക? 21. 6, 2, 12. 120 പിന്നെ ഒരു 6ഉം കൂടെ വരും. 126. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. എന്തെങ്കിലും ആകുന്ന ഡൗട്ട് ഉണ്ടോ? ഇല്ല. അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് പോകാമോ? പോകാം. ഓക്കെ അല്ലേടാ? അപ്പോൾ എന്താണെന്ന് ചെയ്യാൻ ഇതേ ഉള്ളൂ. a:b:c കണ്ടുപിടിക്കുക. വേറെ കാര്യങ്ങളൊന്നുമില്ലെന്നേ. അടുത്ത ചോദ്യം നോക്കേടാ. ഇത് അടുത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ചോദ്യത്തിനകത്ത് ആരെ തന്നിട്ടുണ്ട്? a:b തന്നിട്ടുണ്ട്. അതുപോലെ ആരെ തന്നിട്ടുണ്ട്? b:c തന്നിട്ടുണ്ട്. എന്നാണെങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നതായ 2 ആളുകൾ, ഒന്ന് a:b:c ആണ്, 2 എന്ന് പറയുന്നത് a:c. ഈ 2 ആളുകളെയാണ് ഇങ്ങനത്തെ ആകുന്ന കണ്ടീഷൻ വഴി ചോദിക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. a:bയും b:cയും തന്നിട്ടുണ്ട്. രണ്ടിടത്തും കോമൺ ആയ ആളാരാടാ? ബി ആകുന്ന ആളാണ് രണ്ടിടത്തും കോമൺ. ഒരു പക്ഷേ ഈ ചോദ്യം ഇങ്ങനെയായിരുന്നു എന്ന് വിചാരിച്ച് 2:3 ആണ് a:b, അവിടെ 3:5 ആണ് b:c എന്നാണെങ്കിൽ നിങ്ങൾ നോക്കുക, രണ്ടിടത്തും ബി ഉണ്ട്. 2 ആകുന്ന ബിയും ഒരാളാണ്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് നോക്കേ, രണ്ടിടത്തെയും ബിയുടെ മൂല്യം സെയിമാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടിടത്തും ബി ആകുന്ന ആൾ ഒരേ വാല്യൂ ആണെങ്കിൽ a:b:c എന്ന് പറയുന്നത് ജസ്റ്റ് അങ്ങ് ചേർത്തങ്ങ് എഴുതിയത്. എക്ക് 2, ബിയുടെ സ്ഥാനത്ത് 3, സിയുടെ സ്ഥാനത്ത് 5. 2:3:5 എന്ന് എഴുതിയാൽ മതി. a:c എന്ന് പറയുന്നത് എന്തായി മാറിക്കോളും? 2:5 എന്നുമായി മാറിക്കോളും. ഡൗട്ടൊന്നുമില്ലല്ലോ.
പക്ഷേ ഇവിടുത്തെ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കേ, വാല്യൂസ് ബി ആകുന്ന ആൾക്ക് ഡിഫറൻ്റ് ആണ്. എന്താണ് മക്കളെ? ബി ആകുന്ന ആൾക്ക് ഡിഫറൻ്റ് ആണ്. ഇവിടെ എത്ര ഉള്ള 7, ഇവിടെ എത്ര ഉള്ള 9, കണ്ടോ 7:9, ഇവിടെ എത്ര ഉള്ള 15:7 എന്നുവാ കിടക്കുന്നത്. അപ്പോൾ ബി ആകുന്ന ആളിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന മൂല്യങ്ങൾ എന്ന് പറയുന്നത് വേറെ വേറെയായി മാറി. കണ്ടോ മക്കളെ? എങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് ഇവിടുന്ന് A:B:C കാണണം എങ്കിൽ അതെങ്ങനെ മക്കളെ? ഒന്നുമില്ല, 7ഉം 15ഉം കൂടെ ഗുണിക്കുക, 7 ഗുണം 15. ഓക്കെ ആണോ? അത് എവിടെ എഴുതണം? എയുടെ സ്ഥാനത്ത് എഴുതണം, ഈസ്റ്റു. കണ്ടോ? ബിയുടെ സ്ഥാനത്ത് ആര് വരുമെന്ന് വെച്ചാൽ 15 9 കൂടെ ഗുണിക്കണം, 15 ഗുണം 9 ഈസ്റ്റു. ഇനി സിയുടെ സ്ഥാനത്ത് വരുന്നത് ഇത് രണ്ടും കൂടെ ഗുണിക്കുക, 7 ഗുണം 15. കണ്ടോടാ? ഇത്രയേ ഉള്ളൂ A:B:Cയുടെ വാല്യൂ. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കട്ട് ചെയ്യേണ്ടതായ ആളുകൾ ആരൊക്കെയുണ്ടോ അതിനെങ്ങ് വെട്ടിയേക്കുക. ഇവിടെ ഒരു 15, ഇനി 7 ഗുണം 15 എന്നല്ലേ കിടക്കുന്നത്, 7 ഗുണം 15. ഇനി എന്താ ഉള്ളത്? 15 ഗുണം 9. ഇവിടെ സോറി, എനിക്കൊരു തെറ്റി, ഇവിടെ 7 ഗുണം 15 എന്നല്ലല്ലോ, 7 ഗുണം 9 എന്നല്ലേ വരുന്നത്. ശരി, ഇവിടെ നമുക്ക് കോമൺ ആയ ആളുകളെ വെട്ടാം. ഇവിടെ ഒരു 15 ഉണ്ട്, ഇവിടെ 15 ഉണ്ട്, ഇവിടെ 9 ഉണ്ട്. എന്തുകൊണ്ട് വെട്ടണം? 3 കൊണ്ട് വെട്ടണം. അപ്പോൾ ഇവിടെ 5 വരും. കോമൺ ആയ ഒരാളെ വെച്ചല്ലേ വെട്ടാൻ പറ്റും. ഇവിടെയും എത്ര വരും? ഒരു 5 വരും. ഇവിടെ എത്ര വരും? ഒരു 3 വരും. ശരിയല്ലേ? ഇനി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിക്കോ. 7 5 35 9 5 45 7 3 21. ഇതാണ് A:B:Cയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള രീതി. ഓക്കെ ആണോ? ആണ്. ഇനി ഒരുപക്ഷെ അവർ നമ്മളോട് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് A:C വാല്യൂ കാണൂ എന്നാണ് പറഞ്ഞേക്കുന്നതെന്ന് വിചാരിക്കുക. ആരുടെ വാല്യൂ? A:C വാല്യൂ ഡയറക്റ്റ് ആയിട്ട് കാണൂ എന്നാണ് പറഞ്ഞേക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ ചെയ്യേണ്ടത് നടുക്കത്തെ സ്റ്റെപ്പ് അങ്ങ് അവോയ്ഡ് ചെയ്യുക, ബാക്കി രണ്ടെണ്ണം അതേപടി ഫോളോ ചെയ്യുക. 15 ഗുണം 7, കണ്ടോ 7 ഗുണം 15 ഈസ്റ്റ് താണ്ടെ 9 ഗുണം 7. ആ അവസാനം കിടക്കുന്ന 2 വാല്യൂസ് മാത്രം ചെയ്താൽ മതി. ഓക്കെ അല്ലേ? രണ്ടിടത്തും 7 എന്ന് പറയുന്നത് കോമൺ ആയിട്ടുണ്ട്, വെട്ടിക്കളഞ്ഞു. അവശേഷിക്കുന്നതിനെ വെട്ടിച്ചെറുതാക്കുന്നു. എത്ര ഉപയോഗിച്ചു? 3 ഉപയോഗിച്ചു. അപ്പോൾ എത്ര വരും? 5:3. കണ്ടോടാ? A:C വാല്യൂ 5:3. ഈ ചോദ്യം ചോദിക്കുന്നതും A:C ആണ്. അതുകൊണ്ട് ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഡൗട്ട് ഉണ്ടോ? ഇല്ല. നിസ്സാരമായിട്ട് മനസ്സിലായോ? ആയി. അടുത്ത ചോദ്യത്തിനകത്തേക്ക് വാ. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? A and B ഇൻ ദ റേഷ്യോ. അപ്പോൾ A:B ആയി. എത്രയുടെ റേഷ്യോ? 3:4. B and C ഇൻ ദ റേഷ്യോ എന്ന് പറയുമ്പോൾ B:C ആയി. എത്രയാടാ? 12:13. അവർ ചോദിക്കുന്നത് A and Cയുടെ റേഷ്യോ, ദാറ്റ് ഈസ് A:C. എന്ത് ചെയ്താൽ മതി? എഴുതേണ്ട രീതിയിൽ എഴുതുക. ജസ്റ്റ് ഈ സൈഡിൽ കിടക്കുന്ന 2 പേരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 ഗുണം 12 4 ഗുണം 3, സോറി 13. ശരിയല്ലേ? നമുക്കിവിടെ രണ്ടിടത്തും വെട്ടാൻ ആളുണ്ട്. കോമൺ ഫാക്ടർ 4. 12നെ 4 കൊണ്ട് വെട്ടിയാൽ എത്ര വരും? 3. 4നെ 4 കൊണ്ട് വെട്ടിയാൽ എത്ര വരും? 1. ഇനി അങ്ങോട്ടൊന്നും നോക്കേണ്ട കാര്യമില്ല, അവശേഷിക്കുന്നതിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആൻസർ എന്ത് വരും? 3 ഗുണം 3 9 ഈസ്റ്റു. ഇവിടെ ആരാ ഇനിയുള്ള? 13. 9:13 ആണ് ചോദ്യത്തിൻ്റെ ആൻസർ. ഓക്കെ ആണോ? 9:13 ഓപ്ഷൻ ബിയിൽ കിടപ്പുണ്ട്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ചോദ്യം പിടികിട്ടിയോ? കിട്ടി. അടുത്ത ചോദ്യത്തിനകത്തോട്ട് വാ. അടുത്ത ചോദ്യവും നിസ്സാരമാകുന്ന ചോദ്യമാണ്. എന്താണ്? ദെയർ ആർ 3 നമ്പേഴ്സ്. എത്ര നമ്പേഴ്സ്? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഇനി അവർ പറയാ ട്വൈസ് ദാറ്റ്, എന്താണ്? സച്ച് ദാറ്റ് ട്വൈസ് എയുടെ 2 മടങ്ങ് ഈസ് ഈക്വൽ ടു ത്രൈസ് ബി, ബിയുടെ 3 മടങ്ങ്. ആൻഡ് 4 ടൈംസ് ഓഫ് ബി എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ടു 5 ടൈംസ് ഓഫ് സി. അപ്പോൾ എന്താ തന്നേക്കുന്നത് ഇവിടെ? അതാണ്ട് 2A ഈസ് ഈക്വൽ ടു 3B എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ 4B ഈസ് ഈക്വൽ ടു 5C എന്നും തന്നിട്ടുണ്ട്. ഇത് രണ്ട് എന്തിന് തന്നിരിക്കുന്നു? ഒന്ന് ആലോചിച്ച് നോക്കേ. ഈ ബി ആകുന്ന ആളിനെ ഞാൻ ഈക്വൽ ടുവിന് ഇപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ A/B ആയില്ലേ? അപ്പോൾ എനിക്കിവിടുന്ന് A:B അല്ലേ കിട്ടുന്നത്? അതെന്തായിരിക്കും വരുന്നത്? 3:2. ഇനി ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ സി ആകുന്ന ആളില്ലേ, ഇവനെ ഇനി ഇപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ എനിക്ക് ഇവിടുന്ന് എന്താ കിട്ടുന്നത്? B:C അല്ലേ? ആ 4 അങ്ങ് അപ്പുറം പോകുമ്പോൾ അത് 5/4, ദാറ്റ് ഈസ് 5:4 B:C റേഷ്യോ ആയില്ലേ? ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദാണ്ടേ 3:2 എഴുതി, ഇവിടെ 5:4 എഴുതി. കണ്ടുപിടിക്കാൻ പറയുന്നത് A:C ആണ്. കണ്ടോ? A:C കണ്ടുപിടിക്കാൻ ഇത് രണ്ടും കൂടെ 5 ഗുണം 3 എത്ര മക്കളെ? 15. 4 ഗുണം 2 എത്ര മക്കളെ? 8. 15:8 ആയിരിക്കും എൻ്റെ ചോദ്യത്തിൻ്റെ ആൻസർ. ദാറ്റ് ഈസ് ഓപ്ഷൻ സി. ഓക്കെ ആണോ? ആണ്. അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് പോകാമേ. അടുത്ത ചോദ്യം എന്താടാ നോക്കേ. സുരാജ് എന്ന് പറയുന്ന ഒരാളിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 4 ടൈംസ് ദാറ്റ് ഓഫ് രവി. അപ്പോൾ സുരാജിൻ്റെ എമൗണ്ട് രവിയുടെ 4 ടൈംസ്. കണ്ടോ? S=4. ഇനി എന്താ? രവിയുടെ കയ്യിലിരിക്കുന്ന എമൗണ്ട് 16 ടൈംസ് ദ എമൗണ്ട് ഓഫ് ആദിത്യ. ആദിത്യയുടെ കയ്യിലിരിക്കുന്നതിൻ്റെ 16 മടങ്ങ്. കണ്ടോ? ഈ 2 ഡീറ്റെയിൽസുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഈ 2 ഡീറ്റെയിൽസുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ ആണോ? ആണ്. ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കേ.
ഇവിടെ നമുക്ക് എന്തെഴുതാം? എസ് ബൈ ആർ, ദാറ്റ് ഈസ് S/R എന്ന് പറയുന്നത് 4:1 ആണ്. അതുപോലെ R/A എന്ന് പറയുന്നത് 16:1 ആണ്. എങ്കിൽ അവർ ചോദിക്കുന്നത് ആദിത്യ ആൻഡ് സുരാജ് അവരുടെ റേഷ്യോ ആണ് വേണ്ടത്. ഓക്കെ അല്ലേ? ഇനി ഒന്ന് എഴുതി നോക്കേ. S/R, ഇവിടെ ആരാ ഉള്ളത്? R/A. ഇത് രണ്ടും കൂടെ അങ്ങോട്ടൊന്ന് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൾ ആരാണ്? നോക്കേ, ഇവിടെ 4:1, ഇവിടെ 16:1. നമ്മുടെ ആൻസർ ആരായി മാറും? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 64. ഇവിടെ എത്ര വരുന്നത്? 1. ഇത് ഏത് റേഷ്യോയാ? ഇവിടെ വരുന്നത് എസ് ആണ്, ഇവിടെ വരുന്ന എ. 6 മാറ്റി നിർത്തി ബാക്കി രണ്ടുപേരും S/A ആണ്. 64:1. നമ്മളോട് ചോദിക്കുന്നതായത് എന്താ? ആദ്യം ആദിത്യയുടെ കാര്യം, അത് കഴിഞ്ഞ് സുരാജിൻ്റെ കാര്യം. ഇവിടെ എങ്ങനെ വന്നിരിക്കുന്നത്? ആദ്യം സുരാജിൻ്റെ കാര്യം, പിന്നെ ആദിത്യയുടെ കാര്യം. ആ രീതിയിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റേഷ്യോ ഇൻവേർട്ട് ചെയ്യണം. ഓക്കെ ആണോ? ഇൻവേർട്ട് ചെയ്യണം. ഇൻവേർട്ട് ചെയ്യുമ്പോൾ അതെന്താകും? 1:64 ആവും. ഓപ്ഷൻ E ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ B ഈസ് ദ കറക്റ്റ് ആൻസർ. ഡൗട്ട് ഉണ്ടോ? അപ്പോൾ റേഷ്യോ ഇൻവെർട്ട് ചെയ്യേണ്ട, ഇൻവെർട്ടഡ് റേഷ്യോ ആകുന്ന ഒരു എക്സാമ്പിളാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അടുത്തതാകുന്ന ക്വസ്റ്റ്യൻ പറയാവോ? പറയാം. അടുത്ത ചോദ്യം പോകട്ടെ. അടുത്ത ചോദ്യത്തിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? നിസ്സാരമായിട്ട് A to B എന്ന് പറയുന്നത് 4:5 ആണെങ്കിൽ, B to C എന്ന് പറയുന്നത് 2:3 ആണെങ്കിൽ, Aക്ക് 800 രൂപയുണ്ടെങ്കിൽ Cക്ക് എത്ര ആവും? മക്കളെ നിസ്സാരം. എന്താ പറയണ്ടേ? A/B എന്ന് പറയുന്നത് അവർ തരുന്നത് 4:5. B/C എന്ന് പറയുന്നത് തന്നിട്ടുള്ളത് 2:3. നമ്മളോട് ചോദിക്കുന്നത് എയുടെ മൂല്യം തന്നിട്ട് C എത്രയെന്ന്. അതായത് A തന്നിട്ട് C ചോദിക്കണമെങ്കിൽ A/Cയിലൂടെ ആയിരിക്കണം പോകുന്നത്. ശരിയല്ലേ? ഇവിടുന്ന് A/C എത്ര വരും? 4 × 2 5 × 3 എത്ര വരും? ഇവിടെ 8. ഇവിടെ എത്ര ഉള്ള? 5 × 3 എന്ന് പറയുന്നത് 15. ഇനി അവർ പറയുകയാണ് ഈ 8 സ്ഥാനത്ത് 800 വന്നു എങ്കിൽ 15 സ്ഥാനത്ത് എത്ര രൂപ വരാം? കോർണർ കട്ടിംഗ് റൂള്. 8 കൊണ്ട് വെട്ടുമ്പോൾ ഇത് എത്ര വരും? 100. ഡയഗണലായി കിടക്കുന്നവനെ മൾട്ടിപ്ലൈ ചെയ്യാം. 15 × 100 എന്ന് പറയുന്നത് എത്രയാണ്? 1500. ഓപ്ഷൻ C ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? അല്ലേ തന്നെ ചിന്തിക്കാം. 8 എന്ന് പറയുന്ന ആൾ 800 ആകണം. അതേസമയം 15 എന്ന് പറയുന്ന ആൾ എത്ര ആകണമെന്ന് ചോദിച്ചാൽ 1500 അല്ലേ ആകണ്ടേ? എങ്ങനെ? 800 ആകണമെങ്കിൽ 100 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അതേ 100 കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? 15ന് താഴെയും കൊടുക്കണം. കോൺസ്റ്റന്റ് ആകുന്ന നമ്പർ കൊണ്ടല്ലേ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് മുകളിലും താഴെയും, ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിൽ, അല്ലെങ്കിൽ ആൻറ്റിസിഡൻറ്റ് കോൺസിക്വൻറ്റിൽ. എന്നാലല്ലേ നെറ്റ് എഫക്റ്റ് നോ ചേഞ്ച്, അതായത് 8:15 എന്ന റേഷ്യോ സ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യണം. അതിനകത്ത് യാതൊരു മാറ്റവും വരാതെ മുമ്പോട്ട് പോകണമെങ്കിൽ ആ 100 എന്ന് പറയുന്നത് മുകളിലും താഴെയും ഒരുപോലെ ആയിരിക്കണം. 800 ആയാൽ 15 1500 ആകുന്നത്. ഓപ്ഷൻ C ഈസ് ദ കറക്റ്റ് ആൻസർ. ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് വായോ. മക്കളെ 2240 രൂപയാണ് Aക്കും Bക്കും Cക്കും ഇടയിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണോ? ഇവിടെ ചോദിക്കുന്നത് C എത്ര വാങ്ങി എന്നുള്ളതാണ്. റേഷ്യോ തന്നിട്ടുണ്ട് 5:4. അതുപോലെ B/C എന്ന് പറയുന്നത് 9:10 ആണ്. എങ്കിൽ Cയുടെ ഷെയർ എത്രയാണെന്ന് ചോദിക്കുന്നു. ഇവിടെ ടോട്ടൽ ആകുന്ന 2420 കാര്യമാണ് പറയുന്നത്. ടോട്ടൽ തന്നിട്ടുണ്ട്, എന്നിട്ട് Cയുടെ കാര്യമാണ് ചോദിക്കുന്നതെങ്കിൽ ഉറപ്പായും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് A/B/C ആയിരിക്കും. അതിൽ നിന്ന് വേണം മുമ്പോട്ടേക്ക് പോകാൻ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ആദ്യമേ 5 × 4, അത് കഴിഞ്ഞാൽ 5 × 9, അത് കഴിഞ്ഞാൽ എത്രയാണ് വരിക? 9 × 4, അത് കഴിഞ്ഞാൽ 10 × 4. മലയാള അക്ഷരം ഗ എങ്ങനെയാണോ പോകുന്നത് അതേപോലെ കാര്യങ്ങൾ പോകുന്നത് അല്ലേ? അപ്പോൾ പറ 9×5 എത്ര വരും? 45. 9×4 എത്ര വരും? 36. 10 × 4 എത്ര വരും? 40. ഓക്കെ ആണോ? ഇനി വെട്ടി ചെറുതാക്കാൻ പറ്റൂല ഇനി, ശരിയല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ഷെയറുകളാണ് 45, 36, 40. മൊത്തം കൂട്ടെ. 40 30 എത്ര വരും? 70. 4 7 4 എത്ര വരും? 11. ആണോടാ? 4 3 7 4 11. അപ്പോൾ 110. 116 5 121. മൊത്തം 121 ഷെയറുകളുണ്ട്. ഈ 121 ഷെയറാണ് 2240 രൂപയായി മാറിയിട്ടുള്ളത്. അതിൽ Cക്ക് കിട്ടുന്ന ഷെയറുകളുടെ എണ്ണം 40 ആണ്. ആ 40 എത്രയാകുന്ന തുകയ്ക്ക് തുല്യമാണെന്ന് കണ്ടുപിടിക്കൂ. ഓക്കെ അല്ലേ? 121 കൊണ്ട് ഇവനെ വെട്ടുമ്പോൾ എത്ര വരും? 2. അപ്പോൾ ഇവിടെ 20 ആയി. ഇനി പറ Cക്ക് എത്ര കിട്ടും? 40 × 20. കണ്ടോ? ഇവിടെ 1. ഇനിയിപ്പോൾ പരിഗണിക്കേണ്ട കാര്യമില്ല. ഇവനെ നോക്കുക വേണ്ട. ഡിവൈഡഡ് ബൈ 1 കൊണ്ടുവന്നു എന്ന കാരണം കൊണ്ട് അവിടെ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി ഡയഗണലായി കിടക്കുന്നതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 40 × 20 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 800. സോ ദി ആൻസർ ഇസ് 800. 40 × 20 800 ആണ്. ഓക്കെ അല്ലേ? കൃത്യമായിട്ട് മനസ്സിലായോ? അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് പോകാമേ. ഈ ചോദ്യത്തിനകത്ത് എന്താ പറയുന്നതെന്നൊക്കെ മക്കളെ 33,630 രൂപയുണ്ട്. എങ്ങനെ ഡിവൈഡ് ചെയ്തു? Aക്കും Bക്കും Cക്കും ഇടയിൽ എങ്ങനെ ഡിവൈഡ് ചെയ്തു? A/B എന്ന് പറയുന്നത് 3:7 ആണ്.
അതുപോലെ ബി ഈസ് ടു സി എന്ന് പറയുന്നതിൻ്റെ റേഷ്യോ 6:5 എന്ന രീതിയിലാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബിക്ക് എന്ത് കിട്ടി? മക്കളെ, ബിയുടെ വാല്യൂ അറിയണമെങ്കിൽ എന്തായാലും നമ്മൾ ആരെ കണ്ടുപിടിച്ചേ പറ്റൂ? എ ഈസ് ടു ബി ഈസ് ടു സി കണ്ടുപിടിച്ചേ പറ്റൂ. ഓക്കെ അല്ലേ? കണ്ടുപിടിക്ക്. 6 × 3 18. ഓക്കെ അല്ലേ? 7 × 6 7 6 42. ഇനി അടുത്തത് എന്താ? 7 × 5 35. ഇവന്മാരെ വെട്ടിച്ചെറുതാക്കാൻ പറ്റൂല. എന്ത് ചെയ്യാൻ പറ്റും ഇനി? ഇതാ നോക്കിക്കോ, ഷെയറുകൾ ടോട്ടൽ എത്രയുണ്ടെന്ന് 18 42 35. മൊത്തം കൂടെ എത്ര ഷെയർ ഉണ്ടെന്ന് നോക്ക്. 10 40 ആയപ്പോഴത്തേക്ക് 50 5 3 8 80 85 87 8 എത്ര വരും? 95 ഷെയർ ഉണ്ട് മൊത്തം കൂടെ. ഈ 95 ഷെയറുകളാണ് 33,630 വെട്ടിയേക്കുന്നത്. അതിനകത്തെ ബിക്ക് കിട്ടുന്ന ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? 42 ഷെയറുകളാണ്. എങ്കിൽ ഈ 42 ഷെയർ എത്രയാകുന്ന തുകയ്ക്ക് തുല്യമാണെന്ന് കണ്ടുപിടിക്കും. ആൻസറുകൾ ഒരിടത്തും ഡെസിമൽ വന്നിട്ടില്ല. ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്തേ. അപ്പോൾ നമുക്ക് 100% ഉറപ്പാണ് 95 കൊണ്ട് 33,630 വെട്ടാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി 95 കൊണ്ട് നിങ്ങൾക്ക് പ്യുവർലി വെട്ടാൻ പറ്റുന്നില്ല എങ്കിൽ ആദ്യമേ ഒന്ന് വെട്ടിച്ചെറുതാക്കി കൊണ്ടുവന്നുകൊണ്ട് കാര്യങ്ങളെ കൊണ്ടുവരാൻ നോക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, 95 എന്ന് പറയുന്ന ആളിൻ്റെ ഫാക്ടറുകളിൽ ആരില്ല. അല്ലേ? വേണ്ട. ഇനി പറ, ഇവിടെ വരുന്നവൻ ആരാണെന്ന് അങ്ങ് ചോദിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ വരുന്നവൻ ആരായിരിക്കും? കോർണർ കട്ടിംഗ് റൂള് പ്രകാരം ഇവന്മാരെ രണ്ടുപേരെയും മൾട്ടിപ്ലൈ ചെയ്ത് 95 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 33,630 ഡിവൈഡഡ് ബൈ 33,630 ഇൻറ്റു 42 ഡിവൈഡഡ് ബൈ എത്രയെന്നാ വരിക? 95. ശരിയല്ലേ? ഈ 95 എന്ന് പറയുന്ന ആൾ 9ൻ്റെ ഫാക്ടർ ഒന്നും അല്ല, 3ൻ്റെ ഫാക്ടർ അല്ല, 9ൻ്റെ ഫാക്ടർ അല്ല. ആയ കാരണം കൊണ്ട് 95 കൊണ്ട് വെട്ടിയാൽ അവശേഷിക്കുന്ന 33,630 എന്ന് പറയുന്ന ആൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേ. 3 3 6 6 6 12 3 15. മൊത്തം കൂടെ കൂട്ടുമ്പോൾ എന്താ വരുന്നത്? അറിയാലോ, മൊത്തം കൂടെ കൂട്ടുമ്പോൾ എത്ര വരുന്നത്? 3 എന്ന് പറയുന്ന ആളിൻ്റെ ഒരു 3 എന്ന് പറയുന്ന ആൾ ഇവൻ്റെ ഒരു ഫാക്ടറാണ്. 33,630 3 ഒരു ഫാക്ടറാണ്. 6 7 42 എന്നാ. ആ 42-നകത്തും എന്തുണ്ട്? ഒരു 3 ഉണ്ട്. അതിനർത്ഥം എന്താ? 95 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ 3 × 3 ദാറ്റ് വിൽ ബി എ ഫാക്ടർ ഓഫ് 19, അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ഓഫ് 19 അല്ലല്ലോ, മൾട്ടിപ്പിൾ ഓഫ് 9 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷൻസിനകത്ത് 9 ആകുന്ന ആള് ഫാക്ടറായി വരുന്നവൻ ആരാണോ അതായിരിക്കും ചോദ്യത്തിന് ആൻസർ. അപ്പോൾ തന്നെ നമുക്ക് നോക്കാം. 8 4 4 1 5 8 5 13 6 19 8 എത്ര വരും ഇവിടെ? 19 8 എത്ര വരും ഇവിടെ? 27. 27 9ൻ്റെ ഫാക്ടറാണ്. ഇത് ആൻസർ ആവാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ഒന്ന് കൂട്ടി നോക്കിയാൽ ഇവനും വരൂല, ഇവനും വരൂല, ഇവനും വരൂല. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ല എങ്കിൽ ആക്ച്വലി ഡിവൈഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഓക്കെ അല്ലേ? ഡിവൈഡ് ചെയ്തുകൊണ്ട് ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. 95 എന്ന് പറയുന്നത് 33,630 രൂപയാണ് എന്നാണെങ്കിൽ ഇവിടെ 42 ഷെയറുകൾ എത്രയിന് തുല്യം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്തുകൊണ്ട് ചെയ്യാം. ആദ്യം 5 കൊണ്ട് വെട്ടും. അപ്പോൾ എത്ര വട്ടം അടങ്ങും? ഒരു വട്ടം. പിന്നെ അവിടെ എത്ര വരുന്നുണ്ട്? 19 ആകുന്നുണ്ട്. ശരിയല്ലേ? 5 കൊണ്ട് ഇവനെ വിട്ട് 6 5 30 ബാലൻസ് ഒരു 30 ഉണ്ട്. അപ്പോൾ ഒരു 7 ആകും. 35ൻ്റെ ബാലൻസ് 1 ഉണ്ട്. 13-നകത്ത് 2 വട്ടം ആകും. ബാലൻസ് 3 ഉണ്ട്. അപ്പോൾ 6 ആകും. ഇനി ഇവനെ എന്ത് ചെയ്യണം? 19 കൊണ്ട് വെട്ടണം. 19 കൊണ്ട് വെട്ടുമ്പോൾ 19 × 3 എന്ന് പറയുന്നത് എത്രയാണ് വരിക? അങ്ങനെ വേണേൽ വെട്ടി നോക്കിക്കോ. അല്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെട്ടി വേണമെങ്കിൽ ചെയ്യാം. അല്ല എന്നാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഡിജിറ്റ് സം അങ്ങോട്ട് അപ്ലൈ ചെയ്താലും മതി. ഓക്കെ അല്ലേ? ഡിജിറ്റ് സം അപ്ലൈ ചെയ്താൽ മതി. എങ്ങനെ ഡിജിറ്റ് സം അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അത് ഇങ്ങോട്ട് നോക്കിക്കോ. ഇവിടെ ഡിജിറ്റ് സമ്മുകൾ 9 1 കൂടെ എടുക്കാം. അപ്പോൾ ഡിജിറ്റ് സമ്മ് 1 ആണ് വരുന്നത്. ഇവൻ്റെ 4 2 6 ആണ് ഇവൻ്റെ ഡിജിറ്റ് സമ്മ് വരുന്നത്. ശരിയല്ലേ? ഇവിടെ എത്ര? 7 2 വെട്ടി 6 6 12 2 1 3 ആണ് ഡിജിറ്റ് സമ്മ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന റൂള് പ്രകാരം 6 × 3 ഡിവൈഡഡ് ബൈ 1. 6 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 18. 18 എന്ന് പറയുന്ന സാധനം എത്ര വരും? 18 എന്ന് പറയുന്നതിൻ്റെ 1 8 കൂടെ കൂട്ടുമ്പോൾ ഡിജിറ്റ് സം എത്ര വരും? 9. 9 വെട്ടുമ്പോൾ 0. അതായത് ഡിജിറ്റ് സമ്മ് 0 തരുന്നവൻ ഈ കൂട്ടത്തിൽ ആരുണ്ടോ അവനായിരിക്കും ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് അവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 8 1 വെട്ടി ഇനി അവിടെ അവശേഷിക്കുന്നത് 6 4 10 8 18. 18 എന്ന് പറയുമ്പോൾ മൊത്തം 9ൻ്റെ മൾട്ടിപ്പിളാണ്. വെട്ടിപ്പോവും. ഡിജിറ്റ് സമ്മ് 0. ഇതാകാൻ സാധ്യതയുണ്ട് ആൻസർ. ഇത് ഓക്കെ. 7 2 വെട്ടി 6 1 7 5 12 2 1 3 ആണ് ഡിജിറ്റ് സമ്മ്. ഇതല്ല. ഇനി 9 വെട്ടി 3 2 5 1 6. ഇതല്ല ആൻസർ. അതുകൊണ്ട് 9 വെട്ടി 3 2 5 1 6. ഇതും ആയിരിക്കില്ല ആൻസർ. ആകെ ആൻസർ ആകാൻ സാധ്യതയുള്ളത് എ മാത്രമാണ്. കണ്ടോ? ഇങ്ങനെ 3 രീതിയിലും ചെയ്യാം. ഞാനവിടെ ആക്ച്വൽ ഡിവിഷൻ ചെയ്ത് കാണിച്ചില്ല, കാര്യം അതിന് സമയം എടുക്കും. അതുകൊണ്ടാണ്. നമുക്ക് എളുപ്പമുള്ള രീതികൾ മാത്രം മതിയല്ലോ. ശരി, ഇനി ഈ ഒരു ചോദ്യം നോക്കേ. എ സം ഓഫ് 4,800 ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ എ ബി ആൻഡ് സി. എക്കും ബിക്കും സിക്കും ഇടയിൽ 4,800 രൂപ എന്ന് പറയുന്നത് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്യപ്പെട്ടു. ഓക്കെ അല്ലേ? 4,800 രൂപ എക്കും ബിക്കും സിക്കും ഇടയിൽ ഡിവൈഡ് ചെയ്യപ്പെട്ടു. അപ്പോൾ അവിടെ എന്ത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തതെന്ന് നോക്കേ. എടാ,
റേഷ്യോ ഓഫ് ദ ഷെയർ ഓഫ് എ ടു ദാറ്റ് ഓഫ് കമ്പൈൻഡ് വാല്യൂ ഓഫ് ബി ആൻഡ് സി. അതായത് എ ഈസ് ടു ബി പ്ലസ് സി. ഈ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 3:5 ആണ്. ഇനി അടുത്ത റേഷ്യോ നോക്കേ. ആൻഡ് സി റിസീവ്സ്, സി ആകുന്ന ആൾക്ക് കിട്ടുന്നത് എന്താണ്? 5/7 ടൈംസ് ഓഫ് വാട്ട് എ ആൻഡ് ബി ടുഗെദർ കിട്ടും. അതായത് എക്കും ബിക്കും കിട്ടുന്നതിൻ്റെ എന്താണ്? 5/7 ടൈംസ്. ഓക്കെ ആണോ? അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? സി റിസീവ്സ് 5/7 ഓഫ് എ ആൻഡ് ബി ടുഗെദർ. അപ്പോൾ എ പ്ലസ് ബി. കണ്ടോ? ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? ആദ്യത്തെ ആളെ നമുക്ക് മനസ്സിലായി, എ ഈസ് ടു ബി പ്ലസ് സി ആണ്. പക്ഷേ രണ്ടാമത്തെ ആളെ മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്താ വന്നേക്കുന്നത്? സി എന്ന് പറയുന്നത് 5/7 ടൈംസ് ഓഫ് ആരാണ്? ബി പ്ലസ് സി ആണെന്ന് മാത്രമേ അവിടെ കാണിക്കുന്നുള്ളൂ. സോറി, എ പ്ലസ് ബി ആണെന്ന് മാത്രമേ അവിടെ കാണിക്കുന്നുള്ളൂ. ശരിയല്ലേ? ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? മനസ്സിലാക്കാൻ ഒരുപാടാകുന്ന വഴിയുണ്ട്. ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ എ പ്ലസ് ബി ആകുന്ന മൊത്തമായ ആളിനെ എന്ത് ചെയ്യാം? ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ സി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി എന്നാകും. ദാറ്റ് ഈസ് സി ഈസ് ടു എ പ്ലസ് ബി എന്നാകും. ശരിയല്ലേ? സി ഈസ് ടു എ പ്ലസ് ബി എന്നാകും. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കാം മക്കളെ. സി ഈസ് ടു എ പ്ലസ് ബിയുടെ വാല്യൂ എത്ര? 5/7. ദാറ്റ് ഈസ് 5:7. ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്ന റൂൾ ഒന്ന് നോക്കണം. സമ്മേഷൻ റൂൾ എന്ന് പറയും. അതായത് എ ബി സി ഇതെല്ലാം കൂടെ കൂട്ടണം. എ പ്ലസ് ബി പ്ലസ് സി കണ്ടുപിടിക്കാൻ പോകുന്ന രീതിയാണ്. എടാ ഒന്ന് ആലോചിച്ച് നോക്കേ. എ പ്ലസ് ബി പ്ലസ് സി എത്ര വരും? ആദ്യത്തെ ആൾ പ്രകാരം 5 3 എത്ര വരുന്നത്? 8 വരും. അടുത്ത ആൾ പ്രകാരം എത്ര വരുന്നത്? 7 5 12 വരും. രണ്ടിടത്തും എ പ്ലസ് ബി പ്ലസ് സി ആണ് ഞാൻ കണ്ടുപിടിച്ചത്. പക്ഷേ രണ്ട് വാല്യൂവും ഡിഫറൻറ്റ് വാല്യൂസാണ്. ഒരാൾ 8 ഒരാൾ 12. പക്ഷേ ഒരേ ചോദ്യത്തിനകത്തുള്ള ആളുകൾ ആയതുകൊണ്ട് തന്നെ പലതാകുന്ന റേഷ്യോ ആയി പോയി കണ്ടീഷൻ പ്രകാരം എന്നുള്ളത് ശരിയാണ്. പക്ഷേ സ്റ്റിൽ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂവിൽ മാറ്റമില്ല. സെയിം ആയിട്ടുള്ള രീതിയിലല്ലേ നിൽക്കുക. ആയ കാരണം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ എക്കും ബിക്കും ഉള്ള വാല്യൂസിൽ മാറ്റമില്ല. പക്ഷേ റേഷ്യോസിൻ്റെ കണ്ടീഷൻസ് മാറിപ്പോയപ്പോൾ വെട്ടിച്ചെറുതാക്കിയ രീതിയിൽ വന്ന വ്യത്യാസമാണത്. ആ വ്യത്യാസം നിങ്ങൾ സമ്മിലൂടെ പരിഹരിക്കണം. എങ്ങനെ പരിഹരിക്കണമെന്ന് ചോദിച്ചാൽ ഇങ്ങോട്ടൊന്ന് നോക്കേ. ഇവൻ്റെ രണ്ടുപേരുടെയും LCM ആകുന്ന ആൾ എത്രയാണെന്ന് നോക്കുക. അത് 24. ഓക്കെ ആണോ? ആണ്. ആ 24 ആകുന്ന ആളിലേക്ക് എത്തണമെങ്കിൽ 8ൻ്റെ കൂടെ എത്ര കൊണ്ട് ഗുണിക്കണം? 3 കൊണ്ട്. 12ൻ്റെ കൂടെ എത്ര കൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഈ 2 കൊണ്ട് ഈ പറയുന്നല്ലേ വേണ്ട. ആദ്യത്തെ ആളെ നോക്കുക. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നല്ലേ. ആ 3 കൊണ്ട് ഇവനെയും അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തേക്കുക. 3 കൊണ്ട് 3നെ മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര വരും? ഇങ്ങോട്ട് എഴുതാം. 9 വരും. 3 കൊണ്ട് 5നെ മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര വരും? 15. സോ 9:15 എന്ന് എടുക്കുക. ഇനി 2 കൊണ്ട് 5നെ മൾട്ടിപ്ലൈ, അപ്പോൾ എത്ര വരും? 10 വരും. അതേപോലെ തന്നെ 2 കൊണ്ട് ആരെ മൾട്ടിപ്ലൈ ചെയ്യണം? 7നെ മൾട്ടിപ്ലൈ, അപ്പോൾ എത്ര വരും? 14. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ റേഷ്യോ പ്രകാരം ആദ്യം കിടക്കുന്ന ആൾ എ ഈസ് ടു ബി പ്ലസ് സി അല്ലേ? ആണെങ്കിൽ എ ആകുന്ന സ്ഥാനത്ത് ആരുണ്ട്? 9. അതായത് എയുടെ വാല്യൂ 9. ഇനി സി ഈസ് ടു എ പ്ലസ് ബി അല്ലേ? അതിൽ സിയുടെ സ്ഥാനത്ത് ആരുണ്ട്? 10 ഉണ്ട്. അതായത് സിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? 10. ഇനി നോക്കേടാ, എ പ്ലസ് ബിയുടെ വാല്യൂ ഒന്നുകിൽ അവിടെ കൊടുക്കാം, അല്ലെ ബി പ്ലസ് സിയുടെ വാല്യൂ അവിടെ കൊടുക്കാം. എവിടെ വേണോ വില കൊടുക്കാം. ബി കിട്ടിയാൽ മതി. ഒന്ന് ആലോചിച്ച് നോക്കേ. ഇവിടെ ഇപ്പോൾ നമ്മുടെ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? സിയുടെ വാല്യൂ കയ്യിലുണ്ടല്ലോ. സിയുടെ വാല്യൂ 10. അതിൻ്റെ കൂടെ എത്ര കൂടെ കൂടിയാലാണ് 15 ആവുന്നത്? 10ൻ്റെ കൂടെ 5 കൂടെ കൂടി. അതായത് ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയും മക്കളെ? 5. കണ്ടോ? എയുടെയും ബിയുടെയും സിയുടെയും വില കിട്ടി. ഓക്കെ ആണോ? എയുടെയും ബിയുടെയും സിയുടെയും വില കിട്ടി. എത്രയെന്നാണ് കിട്ടിയത്? 9ഉം 10ഉം. എത്രയെന്ന് കിട്ടി? 9ഉം 10ഉം 5ഉം. ഓക്കെ അല്ലേ? 9ഉം 10ഉം 5ഉം എന്ന് കിട്ടിയിട്ടുണ്ട് വിലകൾ. ഡൗട്ടുകളൊന്നുമില്ലല്ലോ? ഇല്ല. ഇനി എന്ത് ചെയ്യാൻ പറ്റും? അവർ ചോദിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബിയുടെ ഷെയർ. എയുടെ വാല്യൂ എത്രയാ? 9. ബിയുടെ വാല്യൂ എത്രയാ? 5. രണ്ടുപേരുടെയും ഡിഫറൻസ് എത്രയാ? 4. കണ്ടു. ടോട്ടൽ എത്ര ഷെയറാ? 9ഉം 10ഉം 5ഉം കൂടെ കൂട്ടണം. 10 5 15 9 24. ആ സം എന്താണോ അത് തന്നെ ആയിരിക്കും ഇവിടെ ടോട്ടൽ ഷെയർ. ഇനി ഇങ്ങോട്ടൊന്ന് നോക്കേ. 24 ഷെയറുകൾ എന്ന് പറയുന്നത് 4800 തുല്യം. ഡിഫറൻസ് ആകുന്നത് എക്കും ബിക്കും ഇടയിൽ ഒരു 4 ഷെയറിൻ്റെ ഡിഫറൻസാണ്. എങ്കിൽ ഈ 4 ആർക്ക് തുല്യമെന്ന് കണ്ടുപിടിക്കും. തീർന്നു ചോദ്യത്തിൻ്റെ ഉത്തരം. ഓക്കെ ആണോ? 24 കൊണ്ട് വെട്ടുമ്പോൾ ഇതെത്ര ആകൂടാ? 200 ആവും. ഓക്കെ അല്ലേ? 48 വെട്ടുമ്പോൾ 2, പിന്നെ ഒരു 2 0 കൂടെ ആവും. ഓക്കെ അല്ലേ? അപ്പോൾ 200. ഇനി എന്ത് ചെയ്യാം? 4 ഗുണം 200 ചെയ്താൽ മതി. കാര്യം എന്താ? ഇനി ഇവിടെ 1 അല്ലേ വരുന്നത്. ഇനി അങ്ങോട്ട് ചെയ്യേണ്ട കാര്യമില്ല. 4 ഗുണം 200 എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? 800. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. ഓക്കെ അല്ലേ? 800. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. കോർണർ കട്ടിംഗ് റൂൾ പ്രകാരം കൃത്യമാകുന്ന രീതിയിൽ മനസ്സിലാക്കുന്നുണ്ടല്ലോ? ഉണ്ട്. അടുത്ത ചോദ്യം നോക്കേടാ. ഈ ഒരു ചോദ്യം ഒരു ഷഫിൾഡ് ആകുന്ന രീതിയിലാണ് കിടക്കുന്നത്. നമ്മൾ ഇതിനെ ഒന്ന് ഓർഡർ ചെയ്തെടുക്കണം ഫൈനൽ ആൻസറിന്. ഒരു ബാഗിനകത്ത് ഗ്രീൻ കളേർഡ് ആകുന്ന ടോക്കൺസ് ഉണ്ട്.
അതുപോലെ പിങ്ക് കളേർഡ് ആകുന്ന ടോക്കൺസ് ഉണ്ട്. റേഷ്യോ എന്ന് പറയുന്നത് 15:32. ഓക്കെ ആണോ? ഇനി ഇവിടെ അടുത്തതാകുന്ന ആളാരാ ഉള്ളത്? പിങ്ക് റെഡ്. പിങ്ക് ആകുന്ന ആളുടെ റേഷ്യോ ഉണ്ട്, റെഡ് ആകുന്ന ആളിൻ്റെ റേഷ്യോ ഉണ്ട്. ആ റേഷ്യോ എന്ന് പറയുന്നത് 18:25. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഗ്രീൻ ടു പിങ്ക് റേഷ്യോ കണ്ടുപിടിക്കണം. ഇവിടുത്തെ ഒരു പ്രശ്നം, രണ്ട് റേഷ്യോയിലും കോമൺ ആയിട്ടുള്ളവനെ ആദ്യമേ സ്പോട്ട് ചെയ്യും. ദാണ്ട് ഇവനും ഇവനും. എഴുതേണ്ട ഓർഡർ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ആര് വരണം എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. ഇത് വരണം, അത് കഴിഞ്ഞ് ഇവൻ വരണം. ശരിയല്ലേ? അപ്പോൾ ഒന്ന് എഴുതി നോക്കേടാ അവനെ. ഗ്രീനും പിങ്കും എന്നല്ലേ പറഞ്ഞേക്കുന്നത്? എടാ അല്ലല്ലോ, എന്താ തന്നേക്കുന്നത്? റെഡ് ഗ്രീൻ എന്നല്ലേ? എടാ സോറി, എനിക്കിവിടെ തെറ്റ് പറ്റിയിട്ടുണ്ടേ. നമുക്കതൊന്ന് കറക്റ്റ് ചെയ്യാം. എന്താ പറഞ്ഞേക്കുന്നത്? ഗ്രീൻ പിങ്ക് ആണ് എത്രയെന്ന് തന്നേക്കുന്നത്? ഗ്രീനും റെഡും ഗ്രീനും പിങ്കും ഉണ്ട്. ശരി, ഞാൻ എഴുതിയത് തെറ്റിപ്പോയി അല്ലേ? എടാ 15:32 എന്ന് പറയുന്ന റേഷ്യോ എന്ന് പറയുന്നത് എന്താ? വായിച്ചു പോയത് വന്ന തെറ്റാണ്. റെഡ് ആൻഡ് ഗ്രീൻ ടോക്കൺസ്. ഇവിടെ റെഡ് ആണ്, ഇത് ഗ്രീൻ ടോക്കൺസ് ആണ്. അവിടെ എന്താണ് 15:32. അവിടെ രണ്ടാമത്തെ ആൾ പിങ്ക് ഉണ്ട്. അടുത്ത ആളാരാ വരുന്നത്? റെഡ് ഉണ്ട്. പിങ്ക് റെഡ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാ? 18:25 എന്നാണ് വരുന്നത്. നമ്മളിവിടെ ലൊക്കേറ്റ് ചെയ്യേണ്ടത് സെയിം ആകുന്ന ആളുകൾ ആരാണ്? രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ഇവൻ ഒരു 6 മാത്രമാണ്. അപ്പോൾ ഇതിനെ എഴുതേണ്ട രീതി എന്താ? നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ. A:B, B:C. ആ ഓർഡറിലല്ലേ? ഇവിടെ P:R, R:G. അങ്ങനല്ലേ എഴുതണ്ടേ? ആണ്ടേ P:, ആരെ എഴുതണം? ആദ്യം P:R എഴുതണം, അത് കഴിഞ്ഞ് ആരെ എഴുതണം? R:G എഴുതണം. അങ്ങനല്ലേ എഴുതാവൂ? അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇതെന്തായി? 15:32. ഇപ്പുറത്തെന്തായി? 18:25. ഓക്കെ അല്ലേ? ആണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? വാല്യൂ കണ്ടുപിടിക്കാം. എങ്ങനെ? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. എനിക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടുന്നു? പിയുടെയും ജിയുടെയും സ്ഥാനത്ത് വരുന്ന P:G കിട്ടും. അപ്പോൾ എന്ത് വരും? 15 × 18 ഇവിടെ എത്ര ഉള്ള? 32 × എത്രയാടാ? 25. വെട്ടാൻ പറ്റുന്ന രീതിയിലെല്ലാം വെട്ട്. 5 കൊണ്ട് ഇവിടെ വെട്ടിയാൽ ഇത് 3 ആവും, 5 കൊണ്ട് ഇവിടെ വെട്ടിയാൽ ഇത് 5 ആവും. ഇനി 18 ആവുമ്പോഴത്തേക്ക് എത്ര കൊണ്ട് വെട്ടാം? 2 കൊണ്ട് വെട്ടാം. അപ്പോൾ ഇതെത്ര ആവും? 9 ആകും. 2 കൊണ്ട് വെട്ടാം. അപ്പോൾ ഇതെത്ര കൂടാ? 16 ആകും. ഇനി ആൻസർ എത്ര വന്നു? 27:16 80 എന്ന് വരും. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് P:G ആ. ചോദിക്കുന്നത് എന്താ? ഗ്രീൻ ടു പിങ്ക്. അപ്പോൾ ഇൻവേർട്ട് ചെയ്യണം. അപ്പോൾ എന്താകും? 80:27 എന്നാകും ആൻസർ. ഓക്കെ അല്ലേ? ദാണ്ടേ. അല്ലെങ്കിൽ തന്നെ ഓപ്ഷൻസ് കാണുമ്പോൾ മനസ്സിലാവും. അതിനകത്ത് 27:80 ഇല്ലല്ലോ. ആകെയുള്ളത് 80:27. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്തോ പന്തികേടുണ്ടെന്ന്. അപ്പോൾ തന്നെ തിരിച്ചിട്ടേക്കാം. വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇല്ല, കൃത്യമാകുന്ന രീതിയിൽ മനസ്സിലായല്ലോ. ആയി. അടുത്ത ചോദ്യത്തിനകത്തോട്ട് പോവാം. അടുത്ത ചോദ്യം നോക്കേടാ മക്കളെ, എളുപ്പമാണ്. M:N 3:2 ആണ്. കോപ്രൈം കണ്ടീഷനില്ല. എമ്മിൻ്റെ വാല്യൂ എത്രയെന്ന് പറയാൻ 3, എന്നിൻ്റെ വാല്യൂ എത്രയെന്ന് പറയാൻ 2. അങ്ങനെയാണെങ്കിൽ 4M + 5N 4M - 5N. അപ്പോൾ എങ്ങനെ വരും? 4 × 3. എമ്മിൻ്റെ വാല്യൂ 3 അല്ലേ? പ്ലസ് 5 × എന്നിൻ്റെ വാല്യൂ എത്രയാ? 2 അല്ലേ? മാറ്റമൊന്നുമില്ല. 4 × 3 പ്ലസ് 5 × 2 ആണോടാ? അല്ല. ഈ നടുക്ക് എന്ന് പറയുന്നത് മൈനസ് സൈനാണ് വരുന്നത്. ഇനി 4 3 12, I 2 10. 12 10 എത്ര വരും? 22. 4 3 12, 10 പോകുമ്പോൾ എത്ര വരും? 2. വെട്ടിച്ചെറുതാക്കുമ്പോൾ എത്ര വരും? വെട്ടിച്ചെറുതാക്കുമ്പോൾ ഇത് 11:1 എന്നാവും. സോ ആൻസർ ഇസ് ഓപ്ഷൻ C, 11:1. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അടുത്ത ചോദ്യത്തിനകത്തോട്ട് പോവാം. ടപ്പേന്നാ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ എക്സിൻ്റെ വാല്യൂ 3:1 എന്നാണ്. എക്സിൻ്റെ വാല്യൂ 3 എന്ന് വിളിക്കാം, വൈയുടെ വാല്യൂ എത്ര എന്ന് വിളിക്കാം? 1 എന്ന് വിളിക്കാം. ഒന്നുമില്ല, ഡയറക്റ്റ് അപ്ലൈ. എക്സിൻ്റെ ക്യൂബ് എത്ര വരും? 3 ³ = 27 മൈനസ് 1ൻ്റെ ക്യൂബ് എത്ര? 1 എക്സ് ക്യൂബ് എത്രയാ? 27 പ്ലസ് വൈയുടെ ക്യൂബ് 1ൻ്റെ ക്യൂബ് 1 ആണ്. ഒന്ന് എടുത്തേടാ. 27 1 പോയാൽ 26, 27ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 28. 26:28 ആണ്. ഇതിനെ ഇനി വെട്ടിച്ചെറുതാക്കാൻ പറ്റും. അപ്പോൾ എത്ര വരും? 13 എത്ര വരും? 14. സോ ആൻസർ ഈസ് ഓപ്ഷൻ A, 13:14. എനി ഡൗട്ട്സ്? ഒരു ഡൗട്ടിൻ്റെ ആവശ്യമില്ലേ? ഇല്ല. അടുത്തതാകുന്ന ചോദ്യം നോക്കേടാ. ഇവിടെ തന്നേക്കുന്നത് നമ്മുടെ എക്സ്പൊണൻഷ്യൽ റൂൾ വെച്ചിട്ടാണ്. A⁻m / A⁻n ആരാടാ? A⁻m - n. ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. 2⁻1.5 / 2⁻0.5 വിൽ ബി ഈക്വൽ ടു 2⁻1.5 - 0.5. അപ്പോൾ എൻ്റെ ആൻസർ ആരായി? 2⁻1 പോയ 1. 2⁻1 എന്ന് പറഞ്ഞാൽ 2. അതായത് റേഷ്യോ 2/1 എന്ന് നമുക്ക് അവിടെ എഴുതാം. 2 എന്ന് പറഞ്ഞാലും 2/1 അല്ലേ? അപ്പോൾ എന്തായി? റേഷ്യോ 2:1 ആയി. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? റേഷ്യോ ഈസ് 2:1. ഓപ്ഷൻ A ഈസ് ദി ആൻസർ. സിമ്പിൾ അല്ലേടാ? ആണ്. അടുത്ത ചോദ്യം നോക്കേടാ. അടുത്ത ചോദ്യം നോക്കേ.
ഇത് നമ്മൾ ഈക്വൽ റേഷ്യോസിൻ്റെ കോൺസെപ്റ്റ് വെച്ചിട്ട് വരുന്ന സാധനം. ഈക്വൽ റേഷ്യോസ് എ ഈസ് ടു ബി എന്ന് പറഞ്ഞാൽ എ ബൈ ബി, സി ഈസ് ടു ഡി എന്ന് പറഞ്ഞാൽ സി ബൈ ഡി, ഇ ഈസ് ടു എഫ് ഒ എന്ന് പറഞ്ഞാൽ ഇ ബൈ എഫ്. ഇതെല്ലാം ആർക്ക് ഈക്വലാ? 1:2, ദാറ്റ് ഈസ് 1/2. ഇനി പറ സം ഓഫ് ന്യൂമറേറ്റേഴ്സ് ആൻഡ് സം ഓഫ് ഡിനോമിനേറ്റേഴ്സ് എന്ത് വരും? എ പ്ലസ്, ശ്രദ്ധിച്ചോണേ, എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ, ആ 1/2 ഞാൻ എടുക്കുന്നില്ല, ബാക്കിയുള്ള ആളുകൾ ആകുന്ന ഈക്വൽ റേഷ്യോസ്. ഇവിടെ എന്ത് വരും? എ പ്ലസ് ബി പ്ലസ് സി എന്ന എ പ്ലസ് സി പ്ലസ് ഇ ദ ഹോൾ ഡിവൈഡഡ് ബൈ ബി പ്ലസ് ഡി പ്ലസ് എഫ്. ഇനി ഇങ്ങോട്ടൊന്ന് നോക്കേ, ഞാൻ മുകളിലും താഴെയും ഇവിടെ പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസറിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? കോൺസ്റ്റന്റ് കൊണ്ട് ഒരേപോലെ മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്താൽ നോ ചേഞ്ച് ഇൻ ദി ആൻസർ നമ്മൾ പഠിച്ചു. അതേപോലെ ഇവിടെ ക്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ ആൻസർ? സ്റ്റിൽ ദ റേഷ്യോ വിൽ ബി 1/2. ശരിയല്ലേ? ഇനി ഞാൻ സം ഓഫ് ന്യൂമറേറ്റേഴ്സ് എടുക്കുക. ഇവിടെ പി എ ആയി, ഇവിടെ ക്യു സി ആയി, ഇവിടെ ആർ ഇ ആയി, ഇവിടെ പി ബി ആയി, ഇവിടെ ക്യു ഡി ആയി, ഇവിടെ ആർ എഫ് ആയി. സ്റ്റിൽ ദ വാല്യൂ വിൽ ബി 1/2 ഇറ്റ് സെൽഫ്. സോ ദ റേഷ്യോ ഇപ്പോഴും ആര് തന്നെ? 1:2 തന്നെ. മാറ്റം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ചോദ്യം പഠിച്ചോ? പഠിച്ചു. സിമ്പിളായിട്ട് പഠിച്ചോ? പഠിച്ചു. അടുത്ത ചോദ്യത്തിനകത്തോട്ട് വാ. നിങ്ങളേതാ ഈ ഒരു ചോദ്യം നോക്കേടാ. ചോദ്യത്തിനകത്ത് എന്താ പറയുന്നത്? എ ഈസ് ടു ബി എന്ന് പറയുന്നത് 12:2. ഇവിടെ ഞാൻ എഴുതി അങ്ങ് പോകാമേ. എടാ എ ഈസ് ടു ബി എന്ന് പറയുന്നത് 12:2, സോറി 1.2:2 എന്നാണ്. ഈ പോയിന്റ് വരുന്ന കണ്ടീഷൻ എന്ത് ചെയ്യണം പറയും? ഒരു പോയിന്റ് മാറ്റാൻ ഒരു 0 ഇപ്പുറത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെന്താവും? 12 ഒരു 0 അപ്പുറത്ത് കൊടുത്താൽ 12:20 ആവും. ഇനി നോക്കേ, ബി ഈസ് ടു സി തന്നിട്ടുണ്ട്, അത് 1.5. അപ്പോൾ എങ്ങനെ എഴുതാം? ഒരു പോയിന്റ് മാറ്റാൻ വേണ്ടി അപ്പുറത്തൊരു 0 കൊടുത്താൽ മതി, 15:20 എന്നാവും. ഡൗട്ട് ഇല്ലല്ലോ. ഇനി അടുത്തത് നോക്കേ, സി ഈസ് ടു ഡിയുടെ മൂല്യം അവർ തന്നിരിക്കുന്നത് 2 എത്രയെന്ന് മക്കളെ? 3. ഇനി അവർ ചോദിക്കുന്നത് എന്താ? ബി ഈസ് ടു ഡി ആ. മക്കളെ ഇത് എഴുതാൻ ഒരു ചെറിയ വഴിയുണ്ട്, ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണേ. ഞാൻ ആദ്യം എഴുതും എ, ദാണ്ടേ ബി, ഇവിടെ ഞാൻ സി എഴുതി, ഇവിടെ ഡി എഴുതി. ഇവിടെ എന്താ ചെയ്യേണ്ട? റേഷ്യോകൾ ആദ്യമേ എഴുതണം മക്കളെ. ഇവിടെ 12, ഇവിടെ എത്ര വരും? 20. ഓക്കെ ആണോ? ഇവിടെ എത്രടാ? 15:20. കണ്ട, ആ റേഷ്യോ ഓർഡറിൽ അങ്ങ് എഴുതിയത് 15:20. അടുത്ത എത്രടാ? 2:3. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ 20 ആയതുകൊണ്ട് അതിൻ്റെ വലത് ഭാഗത്തേക്ക് എല്ലായിടത്തും അങ്ങ് 20 എന്നങ്ങ് എഴുതി ചേർത്തേക്കുക. ഇവിടെ 20 ആയതുകൊണ്ട് കാലിക്ക് കിടക്കുന്ന വലത് സൈഡിലും 20 ആണെന്ന് പറയാം. ഇവിടെ 2 ആയതുകൊണ്ട് ഈ ഇടത് ഭാഗത്തുള്ളതെല്ലാം 2 ആണെന്ന് പറയാം. ഇവിടെ 15 ആയതുകൊണ്ട് ഇവിടെയും 15 ആണെന്ന് പറയാം. കാര്യം കഴിഞ്ഞു. ഇത്രയും കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ആൻസർ എന്താണെന്നുള്ളത് നൈസായിട്ട് എഴുതി നോക്കാൻ പറ്റും. എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ശ്രദ്ധിച്ച് നോക്കിക്കോണേ. നമുക്ക് വേണ്ടത് ബി ഈസ് ടു ഡി അല്ലേ? ഈ ബിയും ഈ ഡിയും അല്ലേ? ആണ്. അവിടെ ഉള്ളതാകുന്ന വിലകൾ ഒഴികെ ബാക്കി എല്ലാത്തിനെയും മാറ്റി നിർത്തും. ശരിക്കും പറഞ്ഞാൽ നമ്മളത് മായ്ച്ച് കളയുക, അല്ലെങ്കിൽ എടുത്തങ്ങോട്ട് മാറ്റി എഴുതുക. ഞാനിതിപ്പോൾ മായ്ക്കാനുള്ളത് കൊണ്ട് ഞാനങ്ങ് മായ്ച്ചെന്നേ ഉള്ളൂ. ഒരുപോലുള്ളതിനെ വെട്ട്, ഒന്നുമില്ല, നടുക്കൊരു ഈസ്റ്റ് ചിഹ്നം കൊടുത്താൽ മതി. ഒരുപോലുള്ളതിനെ വെട്ട് 20. 5 കൊണ്ട് ഇവനെ വെട്ടിയാൽ 3, 5 കൊണ്ട് ഇവനെ വെട്ടിയാൽ എത്ര വരും? 4. 2 കൊണ്ട് 4നെ വെട്ടിയാൽ എത്ര വരും? 2 കൊണ്ട് വെട്ടിയാൽ 2 വരും. അതായത് എൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ഇനി ഇവിടെ ഒരു 3ഉം ഇവിടെ ഒരു 3ഉം കിടപ്പുണ്ട്, ശരിയല്ലേ? അതും വെട്ടി. അതുകൊണ്ട് എൻ്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയായി മാറും മക്കളെ? 1:2 ആയി മാറും. കണ്ടോ? ഇവിടെ ഇനി ഒന്നുമില്ല, അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ ഇവിടെ 1 ആയിരിക്കും വരിക. ഇവിടെ ഇനി 2 ഉണ്ട്, സോ എൻ്റെ ആൻസർ 1:2. കണ്ടോടാ? ഇത്രയേ ഉള്ളൂ പരിപാടി. എളുപ്പമാണ്, ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ ആണോ? അടുത്തതാകുന്ന ചോദ്യം നോക്കേ. ഈ ചോദ്യത്തിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടതാകുന്നത് വലുത് ചെറുത് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റേഷ്യോ അതുപോലെ തന്നെ വരുന്നുണ്ടോ എന്ന് നോക്കാം. എന്ത് റൂള് വേണേലും എടുക്കാം. ഞാനിവിടെ എന്താ സ്ട്രാറ്റജി ഉപയോഗിക്കുന്നത് നോക്കേ. എയും ബിയും ഉണ്ട്. എ എന്ന് പറയുന്നത് 3 ആണ്, ബി എന്ന് പറയുന്നത് 1. അതായത് എ വലുത് ബി ചെറുത്. അങ്ങനെ വരാത്ത സ്ഥലങ്ങളെ ആദ്യമേ നോക്ക്. വലുത് ചെറുത് ആണോ? അല്ല. വലുത് ചെറുത് ആണോ? അല്ല. വലുത് ചെറുത് ആണ്, അപ്പോൾ ഉത്തരവാകാൻ സാധ്യതയുണ്ട്. വലുത് ചെറുത് ആണ്, അപ്പോൾ ഉത്തരവാകാൻ സാധ്യതയുണ്ട്. ഇനി എന്ത് ചെയ്യണം? അടുത്ത റേഷ്യോ നോക്കുക. 4:5, 4:5. ബി ഈസ് ടു സി എന്ന് പറയുമ്പോൾ 4:5. ചെറുത് വലുത് എന്ന രീതിയിലാണ്. ചെറുത് വലുത്. ഈ വെട്ടിക്കളഞ്ഞവനെ ഇനി നോക്കണോ? വേണ്ട കേട്ടോ, അല്ലാതുള്ളവനെ നോക്കും. ചെറുത് വലുത് അങ്ങനെയാണോ? അല്ല. കണ്ടോ? അതുകൊണ്ട് ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. ഇത്രയേ ഉള്ളൂ കാര്യം. പിടികിട്ടിയോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. ഇവിടെ ഒരു റേഷ്യോ ഞാൻ കുറവാണ് എഴുതിയേക്കുന്നത് കേട്ടോ. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 175 എന്നങ്ങ് കൊടുത്തു, കുഴപ്പമില്ല. ഓക്കെ അല്ലേ? നമുക്കിനി നോക്കാം. എടാ എ ഈസ് ടു ബി, അവിടെ എയുടെ സ്ഥാനത്ത് 2, ഇവിടെ 1. വലുത് ചെറുത് എന്ന രീതിയിലാണ്. വലുത് ചെറുത്, വലുത് ചെറുത് എല്ലാം അങ്ങനെ തന്നെ വരുന്നത്. വലുത് ചെറുത് ആണ്.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വേറൊരു കാര്യം കൂടെ നോക്കണം. 2:1 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ വരുന്ന വില എന്താണോ അതിൻ്റെ പകുതിയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ അല്ലേ എന്നാണ്. അപ്പോൾ 162ൻ്റെ പകുതി 81 ആണോ? ആണ്. ശരിയാ. അപ്പോൾ ആൻസർ ആവാൻ സാധ്യതയുണ്ട്. 125ൻ്റെ പകുതി 28 ആണോ? അല്ല, അതുകൊണ്ട് ഇതല്ല. 84ൻ്റെ പകുതി 28 ആണോ? അല്ല, അതുകൊണ്ട് ഇതുമല്ല. 142ൻ്റെ പകുതി എന്ന് പറയുന്നത് 89 ആണോ? അല്ല, അതുകൊണ്ട് ഇതുമല്ല. അതുകൊണ്ട് ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. കണ്ടോ, ഇങ്ങനെയും ചെയ്യാം. ഇനി ആദ്യത്തെ ആ ഒരു 2 പേരെ എടുത്തിട്ട് വർക്കായില്ല, A:B എടുത്തിട്ട് വർക്കായില്ല എങ്കിൽ അടുത്ത ആളിലേക്ക് പോവുക, അല്ലെങ്കിൽ അടുത്ത ആളിലേക്ക് പോവുക. ആൻസർ അപ്പോൾ കിട്ടിക്കോളും. ഓക്കെ ആണല്ലോ? ആണ്. അടുത്തതാകുന്ന ചോദ്യം നോക്കേ. എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ എ സ്കൂൾ ഈസ് 720 ആൻഡ് ദേ ആർ ഇൻ ദ റേഷ്യോ 7:5. ഹൗ മെനി മോർ ഗേൾസ് ഷുഡ് ബി അഡ്മിറ്റഡ് ടു മേക്ക് ദ റേഷ്യോ 1:1? ഒന്നുമില്ല. മൊത്തം 720 കുട്ടികളുണ്ട്. ഓക്കെ, ആ മൊത്തമാകുന്ന കുട്ടികൾ 7:5 എന്ന റേഷ്യോയിലാണ്. നിലവിൽ ഈ ഒരു റേഷ്യോയ്ക്കകത്ത് നിന്ന് മനസ്സിലാകും 7 ഇവിടെ 5, ഇവർക്കിടയിൽ ഒരു 2ൻ്റെ ഗ്യാപ്പ് ഉണ്ട്. ശരിയല്ലേ? ആ 2ൻ്റെ ഗ്യാപ്പ് എവിടെ ഉണ്ട്? 7 ടോട്ടൽ ബോയ്സ്, ഗേൾസിനകത്ത് ഒരു 2ൻ്റെ കുറവുണ്ട്. ആ 2ൻ്റെ കുറവ് പരിഹരിച്ചാൽ റേഷ്യോ 1:1 ആകും. എങ്കിൽ ഈ 2 പറയുന്നതായ മൂല്യം 720 പ്രകാരം എത്ര? ഇതാണ് ചോദ്യം. പിടികിട്ടിയോ? എങ്ങോട്ടോ നോക്കേ. മൊത്തം എത്രയാണ് അവരുടെ കോമ്പിനേഷൻ? ആ ഒരു റേഷ്യോ 7 5 12. 12 എന്ന് പറയുന്നത് 720 തുല്യം. ഇവർക്കിടയിലുള്ള ഡിഫറൻസ് എത്രയാ? 2. ആ 2 എന്തിന് തുല്യമെന്ന് കണ്ടുപിടിച്ചേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? കോർണർ കട്ടിംഗ് റൂൾ. ഇവനെയും വെട്ടാം. ഇതെത്ര വരും? 6. 2 വെട്ടുമ്പോൾ ഇത് 1 ആയി. 6 കൊണ്ട് ഇവനെ വെട്ടാം. എത്ര തവണ? ഒരു തവണ. ബാലൻസ് 12. 2 0. 2 എന്ന് പറയുന്നത് ആർക്ക് തുല്യം? അപ്പോൾ 120 തുല്യം. 2 എന്ന് പറയുന്നത് 120 തുല്യം. അതായത് ആ ഡിഫറൻസ് ആകുന്ന 2 120 തുല്യം. അത്രയും കുട്ടികൾ പെൺകുട്ടികളുടെ ഭാഗത്ത് അവിടെ ജോയിൻ ആയാൽ റേഷ്യോ 1:1 ആകും. സോ ദി ആൻസർ ഇസ് 120. കണ്ടു. അടുത്ത ചോദ്യം നോക്കേ. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ബോയ്സ് ഇൻ എ കോളേജ് ഇസ് 5:3. ഇഫ് 50 ബോയ്സ് ലെഫ്റ്റ് ആൻഡ് 50 ഗേൾസ് ജോയിൻഡ്, then the ratio is 9:7. then the number of boys in this college. ഞാൻ ഈ ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചു നോക്കിക്കോണേ. ഇവിടെ 5:3 എന്നാണ്, അതായത് 5/3 എന്നാണ് അവിടുത്തെ റേഷ്യോ. ഇവിടെ HCF ആകുന്ന ഒരാളെ വെട്ടിയപ്പോൾ അവിടുത്തെ ബേസ് ഫോം ആകുന്ന സിംപ്ലസ്റ്റ് ഫോം ആകുന്ന രീതിയിലേക്ക് കൺവേർട്ട് ആകുകയല്ലേ ചെയ്തത്. ആ വെട്ടിക്കളഞ്ഞ HCF എന്ന് പറയുന്നത് എക്സാ. അതുകൊണ്ട് 5x 3x. അവിടെ 50 ബോയ്സ് എന്ത് ചെയ്തു? പോയി. അപ്പോൾ -50. 5x ആകുന്ന ടോട്ടൽ ബോയ്സിൽ നിന്ന് 50 പേര് പോയി. 3x ആകുന്ന ഗേൾസിനോടൊപ്പം ഒരു 50 പേര് അധികം വന്നു. റേഷ്യോ അപ്പോൾ എന്തായി മാറി? 9/7. ഇവിടെ നിന്ന് എക്സിൻ്റെ വില കണ്ടുപിടിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. ചെയ്താൽ മതി. ചെയ്യടാ. 7 × 5 - x. അതെന്താ വരും? 7 ഗുണം ഇങ്ങോട്ട് നോക്കിക്കോ. 5x - 50. കണ്ടോടാ. 7 × 5x - 50. ഇത് ആർക്ക് ഈക്വൽ ആണ്? ഇവൻ അങ്ങോട്ട് പോയാൽ മതി. 9 × ആർക്ക് ഈക്വല? 3x + 50ക്ക് ഈക്വല. കണ്ടോ, പരിപാടി കഴിഞ്ഞു. ഇതിനകത്തുനിന്ന് ജസ്റ്റ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എക്സിൻ്റെ വില കണ്ടുപിടിക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് 7 × 5 എത്ര വരും? 35x - 50 × 7. 7 × 50 എന്ന് തന്നെ ഞാനങ്ങ് എഴുതി. എന്തെങ്കിലും വെട്ടാനുള്ള എളുപ്പം ഉണ്ടെങ്കിലോ എന്ന് വെച്ചിട്ടാ. ഇനി എന്താ സംഭവിക്കുന്നത്? അവിടെ എന്താ സംഭവിക്കുന്നത് നോക്കേടാ. 9 × 3 എത്ര വരും? 27x + 9 × 50. കണ്ടോ, ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും ഒരുപോലെ ഒരേ സൈൻ ഉണ്ട്. 35നും 27നും വെട്ടാം. എത്ര കൂടുതലാണ് ഇവിടെ? 8 കൂടുതലാണ്. അപ്പോൾ 8x. ദാറ്റ് ഈസ് ഈക്വൽ ടു 7 × 50 അങ്ങ് അപ്പുറം പോകും. അപ്പോൾ എന്ത് സംഭവിക്കും? പ്ലസ് ആകും. അപ്പോൾ എന്ത് സംഭവിക്കും? രണ്ടിടത്തും 50 കോമൺ ഉണ്ടായിട്ട് കഴിഞ്ഞ് പുറത്തെടുക്കാം. അകത്ത് 9 + 7 എന്ന് പറയുന്നത് എത്ര? 7 9 16 ആയിരിക്കും വരിക. കൂട്ടണം. ഈ 16നെ എനിക്ക് 8 കൊണ്ട് വെട്ടാം. അപ്പോൾ ഇവിടെ എത്ര ആകും? 2 ആകും. എക്സ് സമയം എത്ര കൂടാ? 100 ആകും. ബോയ്സ് അവിടെ ആദ്യം എത്ര പേരുണ്ടായിരുന്നു? 5x ബോയ്സ് ഉണ്ടായിരുന്നു. ബോയ്സ് എത്ര ഉണ്ടായിരുന്നു കോളേജിൽ എന്നല്ലേ ചോദിക്കുന്നത്. അതുകൊണ്ട് 5x ബോയ്സ്, 5 × 100 എന്ന് പറയുന്നത് 500. ബോയ്സ് എത്ര പേരുണ്ടായിരുന്നു? 500 പേരുണ്ടായിരുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് പോകാമോ? പോകാം. ഈ ഒരു ചോദ്യം നോക്കേടാ. മൊത്തം എത്ര ആളുകളുണ്ട്? 132 ആളുകളുണ്ട്. ഒരു പരീക്ഷ എഴുതി. ജയിച്ചതും തോറ്റതുമായ ആളുകളുടെ റേഷ്യോ 9:2 ആണ്. എങ്കിൽ 4 പേര് കൂടി പാസ്സായിരുന്നെങ്കിൽ ആ റേഷ്യോ, ജയിച്ചതും തോറ്റതുമാകുന്ന ആളുകളുടെ റേഷ്യോ, സക്സസ്ഫുൾ ടു അൺസക്സസ്ഫുളിൻ്റെ റേഷ്യോ എന്തായേനെന്നായിരുന്നു ചോദ്യം. ആൻസർ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞുതരാം.
എടാ ഈ 9 രണ്ടൂടെ കൂട്ടുമ്പോൾ 11 അല്ലേ വരുന്നത്. അതായത് 11 പേരെന്ന് പറയുന്നത് 132 പേർക്ക് തുല്യം. അതായത് ആ റേഷ്യോ സിംപ്ലിഫൈഡ് ആകുമ്പോൾ ബേസ് ഫോമിലെ 11 ആക്ച്വൽ ഫോമിലെ 132 ആകുന്ന എണ്ണത്തിന് തുല്യം. അപ്പോൾ 9 എത്രന് തുല്യം എന്ന് കണ്ടുപിടിച്ച്. 9 എന്ന് പറഞ്ഞാൽ ആരാ? സക്സസ്ഫുൾ ആയ ആളുകളുടെ എണ്ണമാണ്. 9 എത്രന് തുല്യം? 11 കൊണ്ട് നമുക്ക് 132നെ വെട്ടാം. അപ്പോൾ ഇവിടെ എത്ര വരും? 12. ഈ 12 ഗുണം 9 എടുത്ത ആൻസർ എത്ര വരും? 108. അതായത് 108 പേര് സക്സസ്ഫുൾ ആയി. അപ്പോൾ 2 തോറ്റത് എത്ര? 132ന്റെ ബാക്കി എത്ര? 24. ഇനി അവർ ചോദിക്കുന്ന ചോദ്യത്തിനകത്തേക്ക് വാ. 108 പേരാണ് ഇപ്പോൾ ജയിച്ചത്. അതിൻ്റെ കൂടെ ഒരു 4 പേര് കൂടി ജയിച്ചിരുന്നുവെങ്കിൽ തോറ്റവരിൽ നിന്ന് ആ 4 പേരെ അങ്ങ് മാറ്റിയാൽ പോരെ. ഓക്കെ അല്ലേ? അപ്പോൾ എത്ര വരും ഇവിടെ? 108 4 112 ഡിവൈഡഡ് ബൈ 24 നിന്ന് പോയാൽ 4 പോയാൽ എത്ര വരും? 20. വെട്ടണം. വെട്ടുമ്പോൾ ആൻസർ എത്ര വരും? 4 കൊണ്ട് ആദ്യമേ വെട്ടിക്കോ. 4 കൊണ്ട് വെട്ടുമ്പോൾ 4 2 8 ബാലൻസ് എത്ര ഉണ്ട്? 32 ഉണ്ട്. 8 4 32 താഴെ 4 കൊണ്ട് വെട്ടുമ്പോൾ എത്ര വരും? 5. സോ ആൻസർ ഈസ് 28 എത്ര വരും ഇവിടെ? 5. അതായത് ഈ ഓപ്ഷൻ കിടക്കുന്ന 5 ആകുന്ന ഡി ആകുന്ന ഓപ്ഷൻ കണ്ടോ? അത് 28:5 എന്നാണ് കേട്ടോ. സോ ദി ആൻസർ ഈസ് 28:5. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? ആൻസർ എത്ര ആയിരിക്കും വരുന്നത്? 28:5 എന്നായിരിക്കും വരുന്നത് കേട്ടോ. ആൻസർ എത്രടാ? 28:5. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലല്ലോ. ആൻസർ എത്ര വരുന്നത്? 28:5 എന്നാ കേട്ടോ. 28:5. ഓക്കെ ശരി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് താണ്ടൊക്കെ വേണമെങ്കിൽ അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. അത് എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. 28:5 എന്നാണ് അവിടെ കിടക്കുന്നത് കേട്ടോ. 28:5 എന്നാണ് അവിടെ കിടക്കുന്നത്. ഓക്കെ അല്ലേ? 28:5. ആ ചോദ്യം മനസ്സിലാക്കി. ഇനി നമുക്ക് അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് പോകാമേ. അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു റെജിമെൻ്റ് ഉണ്ട്. ഓക്കെ ആണോ? ഒരു പട്ടാള ക്യാമ്പുണ്ട്. ആ ക്യാമ്പിനകത്ത് ഓഫീസർ ടു സോൾജേഴ്സിൻ്റെ റേഷ്യോ 3:31 ആണ്. ഒരു യുദ്ധം നടക്കുന്നതിന് മുമ്പ് യുദ്ധത്തിൽ 6 പേര് മരിച്ചു. 22 ഓഫീസർമാർ 6 പേര് മരിച്ചു. 22 ആകുന്ന സോൾജിയർമാർ മരിച്ചു. അങ്ങനെ ചെയ്തപ്പോൾ അവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് 1:13 ആയെങ്കിൽ അവരവിടെ ചോദിക്കുകയാണ് നമ്പർ ഓഫ് ഓഫീസേഴ്സ് ഇൻ ദ റെജിമെൻറ്റ് ബിഫോർ ദ ബാറ്റിൽ എത്രയാണ്? ഞാനവിടെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ എന്നുള്ള രീതിയിൽ ഞാനൊരു 15 എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങളത് പരിഗണിക്കണമെന്നില്ല. എത്രയാണ് അവിടുത്തെ ആളുകളുടെ എണ്ണം എന്നാണ് ചോദിക്കുന്നത്. എത്രയാണ് അവിടുത്തെ ആളുകളുടെ എണ്ണം എന്നൊന്ന് ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ച് നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് അത് വരിക എന്നൊന്ന് നമുക്കൊന്ന് നോക്കാം. ദാണ്ടിടാം. ഒരു റെജിമെൻ്റ് എടുത്തു. അതിൽ 3:31 ആണ് റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? 3 ഡിവൈഡഡ് ബൈ 31 ആണ് റേഷ്യോ. ഏതോ ഒരു HCF ആകുന്ന ആളെ വെട്ടിയപ്പോഴാണ് ഈ 3:31 എന്ന് പറയുന്നതിലേക്ക് ചുരുങ്ങിയത്. വെട്ടിയത് എക്സിനെയാണെന്ന് പറഞ്ഞാൽ ഇവിടെ 31x 3x എന്നുള്ള രീതിയിൽ വരും. ഒരു ബാറ്റിലിനകത്ത് 6 പേര് മരിച്ചു എന്ന് പറഞ്ഞാൽ 6 പേരുടെ കുറവുണ്ട്. 3x നിന്ന് 3x ഓഫീസർമാരിൽ നിന്ന് 6 പേര് കുറഞ്ഞു. 31x ആകുന്ന സോൾജിയേഴ്സിനകത്ത് നിന്ന് 22 പേര് കുറഞ്ഞു. റേഷ്യോ എന്ന് പറയുന്നത് 1/13 മാറി. ഓക്കെ അല്ലേ? ഇനി എക്സിൻ്റെ വില ഇവിടുന്ന് കണ്ടുപിടിക്കണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 13 ഗുണം 3 എത്രടാ? 39x. ഓക്കെ ആണോ? 13 ഗുണം 6 എത്ര വരും ഇവിടെ? മൈനസ് 13 ഗുണം 6 എന്ന് പറഞ്ഞാൽ 6 10 60, 6 3 18. 60ഉം 18 കൂടെ എത്ര വരും ഇവിടെ? 78. ദാറ്റ് വിൽ ബി ഈക്വൽ ടു എത്ര വരും? 31x മൈനസ് 22. പരിപാടി കഴിഞ്ഞു. എന്താ ഇതിൻ്റെ ആൻസർ എന്ന് മാത്രം ഇനി കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ 31 ഉണ്ട്, ഇവിടെ 9 ഉണ്ട്. 31ഉം 8ഉമാണ്, 8x 39 എന്ന് പറയുന്നത്. 78 അങ്ങ് അപ്പുറം പോകുമ്പം 78 മൈനസ് 22 എന്നാവും. ഓക്കെ ആണോ? അപ്പോൾ നമ്മുടെ ആൻസർ എത്ര വരും? 78-നകത്തുനിന്ന് 20 പുറകിലേക്ക് പോയാൽ എത്ര കൂടാ? 58 ആകും. അതിനകത്ത് നിന്നൊരു 2 പുറകിലേക്ക് പോയാൽ എത്ര വരും? 56 ആകും. 8x 56 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ആർക്ക് തുല്യം? 7ന് തുല്യം. ഇനി അവിടെ ബിഫോർ ദ ബാറ്റിൽ എത്ര പേരുണ്ട് എന്നാണ് ചോദിക്കുന്നത്. ബിഫോർ ദ ബാറ്റിൽ എത്ര പേരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ എത്രയാകൂടാ? ബിഫോർ ദ ബാറ്റിൽ എത്രയെന്ന് ചോദിക്കുമ്പോൾ എന്താ അവിടെ? ബിഫോർ ദ ബാറ്റിൽ 3x നമ്പർ ഓഫ് ഓഫീസേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ 3 × 7 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 21. ഓക്കെ ആണോ? ഞാൻ ആ ക്വസ്റ്റ്യനകത്ത് നിന്ന് ആദ്യമേ ആ കട്ട് ചെയ്ത് കളഞ്ഞ പോർഷൻ നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഞാനത് അറിയാതെ അതിൽ ഇട്ടിരുന്നതാണ്. ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞേ. സോ 21 ഓഫീസേഴ്സ് വെയർ ദെയർ ബിഫോർ ദ ബാറ്റിൽ. ബാറ്റിലിന് മുമ്പായിട്ട് അവിടെ എത്ര പേരുണ്ടായിരുന്നു? 21 പേരുണ്ടായിരുന്നു. പഠിച്ചോ കാര്യങ്ങൾ എന്താണെന്ന്? പഠിച്ചു. അടുത്ത ചോദ്യം നോക്കേ. ഒരു ആളുടെ സാലറി ഓഫ് ചരൺ ആൻഡ് രജത് ഇൻ ദ റേഷ്യോ 5:4. അപ്പോൾ 5:4 ആയിരുന്നു റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ആണ്. ഇനി അവർ പറയുക 2 പേരുടെയും സാലറി 3000 വെച്ച് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ശരിക്കും സാലറി എന്താണെന്ന് ചോദിച്ചാൽ 5:4 ആണോ? അല്ല. 5-4 ആണോ സാലറി? അല്ല. 5x ആണ് സാലറി, അതുപോലെ 4x ആണ് സാലറി. അതിൻ്റെ കൂടെ 3000 രൂപ വെച്ച് കൂടുതൽ കിട്ടി എന്ന് പറയുമ്പോൾ 2 പേരുടെ സാലറിക്കകത്ത് എന്ത് വീതം കൂടിയിട്ടുണ്ട്? 3000 വീതം കൂടിയിട്ടുണ്ട്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ?
ഇല്ല. അങ്ങനെയാണെങ്കിൽ അവർ ചോദിക്കുക ഇങ്ങനെ 3000 വീതം കൂടിയപ്പോൾ അവരുടെ സാലറിയുടെ റേഷ്യോ എന്ന് പറയുന്നത് 6/5 ആയെങ്കിൽ അവിടെ ചരണിന്റെ ആക്ച്വൽ സാലറി എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്തോ വരും ഇവിടെ 25x പ്ലസ് ഇവിടെ 3000 ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നില്ല. അവിടെ 5 ഗുണം 3000 എന്ന് തന്നെ ഇട്ടിരുന്നാൽ മതി. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 4 അങ്ങോട്ട് പോകുമ്പോൾ 6 4 24x അപ്പുറത്ത് എന്തുണ്ട് 6 3 18 വേണ്ട 3 ഗുണം എത്രയെന്ന് എഴുതിയാൽ മതി, സോറി 3000 ഗുണം 6 എന്ന് എഴുതിയാൽ മതി. 3000 ഗുണം 6 ഓക്കെ അല്ലേ. ഇനി പറ ഇവിടെ 25 ഇവിടെ 24 അങ്ങ് വെട്ടാം. എത്രൻ്റെ കൂടുതൽ, ഇവിടെ ഒരു എക്സ് കൂടുതലുണ്ട്. സോ എക്സ് സമം ഈ 5 ഗുണം 3000 അങ്ങ് അപ്പുറം പോട്ടെ. അപ്പോൾ ആൻസർ എന്താകുമെന്നൊന്ന് ആലോചിച്ചാൽ മതി. 5 ഗുണം 3000 എന്ന് പറയുന്നത് എന്താകുമെന്ന് ആലോചിച്ചാൽ മതി. ഒന്ന് ആലോചിച്ച് നോക്കിയടാ. അപ്പോൾ ഇവിടെ എക്സ് ആയി. ഇനി ഇവിടെ എന്ത് ചെയ്യാം, വേണ്ട ഇവനെ ഇവിടെ എക്സ് ഇവിടെ അല്ലേ കിടക്കുക. അപ്പോൾ ഇവനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നേ. 5 ഗുണം 3 15 വരും. 6 3 18 വരുന്നത്, ശരിയല്ലേ. അപ്പോൾ 15000വും 18000വും തങ്ങളിലുള്ള ഡിഫറൻസ് 3000 കോമൺ എടുത്തു. 6 മൈനസ് 5 എന്ന് പറയുന്നത് 1 ആൻഡ് ആൻസർ എന്ന് പറയുന്നത് 3000 എക്സിന്റെ മൂല്യം 3000. എക്സ് 3000 ആണെങ്കിൽ ചരണിന്റെ സാലറി എത്രയാ? ചരൺ ആദ്യം കിടക്കുന്ന ആൾ 5x ആണ് ചരണിന്റെ സാലറി. സോ 5 ഗുണം എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3000 ആണെങ്കിൽ 3 15 15000 ആരുടെ സാലറി? ചരണിന്റെ സാലറി. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അടുത്തതാകുന്ന ആളെ പറയട്ടെ, അടുത്ത ചോദ്യം പറയട്ടെ. പറയാം, ശ്രദ്ധയോടുകൂടി നോക്കിക്കോ. കുറച്ച് ചോദ്യം കൂടെ ഉള്ളൂ കേട്ടോ. ഓക്കെ, വേണമെങ്കിൽ നമുക്കിത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആക്കാം. കുറച്ച് മിസ്സലേനിയസ് പ്രോബ്ലംസ് എന്നുള്ള രീതിയിൽ ഞാൻ വേറെ കുറച്ച് ഒരു വീഡിയോയ്ക്കകത്ത് ഇടാം. ഇതിപ്പോൾ തന്നെ 1.5 മണിക്കൂറായി. ഓക്കെ അല്ലേ. എനി എമൗണ്ട് ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ ഷിമാനി ആൻഡ് പരീനീത ഈസ് 5:7. 2 പേർക്കും ഇടയിൽ വന്നേക്കുന്നത് 5:7 റേഷ്യോ ആണ്. പരിനീത എന്ത് ചെയ്തു? 5 രൂപ ശിവാനിക്ക് കൊടുത്തു. ആദ്യം പരിനീത 5 രൂപ ശിവാനിക്കല്ലേ കൊടുത്തേ? ശരി. അവിടെ ആക്ച്വൽ റേഷ്യോ എന്ന് പറയുന്നത് 5:7 ആണെങ്കിൽ ആക്ച്വൽ എമൗണ്ട് 5x 7x ആണ്. ഇനി പറയാണ് അവിടെ 5 രൂപ ആർക്കാ കൊടുത്തേ? 5 രൂപ പരിനീത ശിവാനിക്കാ കൊടുത്തേ. അപ്പൊ ശിവാനിയുടെ വാല്യൂവിന്റെ കൂടെ ഒരു 5 രൂപ കൂട്ടാം. പരിനീതയുടെ കയ്യിലിരുന്ന ഒരു 5 രൂപ അപ്പൊ കുറയും, ശരിയല്ലേ. സോ അങ്ങനെ ആയപ്പോൾ റേഷ്യോ എന്തായി മാറി? 3/4 ആയി മാറി. എങ്കിൽ ആ ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിച്ച എമൗണ്ട് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് 7x പ്ലസ് 5x എത്രയാണ്? 5x അല്ലേ ശിവാനിയുടെ കയ്യിൽ, 7x അല്ലേ പരിനീത. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 12x. ഈ 12x എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. എളുപ്പം കിട്ടും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. I4 എത്ര വരും? 20x. കണ്ടോടാ, I4 എത്ര വരും? 20x. ഇനി അവിടെ എന്തുണ്ട്? പ്ലസ് 5 ഗുണം 4 എത്രടാ? 20. ഓക്കെ അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 7 അങ്ങോട്ട് പോട്ടെ. 7 3 എത്ര വരും? 21x മൈനസ് 5 ഗുണം 3 എത്രടാ? 15. ഡൗട്ട് വല്ലതും ഉണ്ടോ? ഇല്ല. ഒരേപോലെ കിടക്കുന്നു ഇവിടെയും ഇവിടെ. വെട്ടുമ്പോൾ ഇതെങ്ങ് എക്സ് ആവും. -15 അപ്പുറം പോകുമ്പോൾ എക്സ് സമയം എത്ര വരും? 20 10 30 35 എന്ന് വരും. എക്സ് 35 ആണെങ്കിൽ 12x ആകുന്ന ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചാൽ 12 ഗുണം 35 എന്ന് പറയുന്നത് എത്രയാകൂടാ? 12 ഗുണം 35 എന്ന് പറയുന്നത് എത്രയാകൂടാ? അതെത്ര? 5 ഗുണം 2 10. അപ്പൊ 0-ൽ അവസാനിക്കുന്ന ഒരു ആൻസറാണ് വരുന്നത്. കൂട്ടത്തിൽ 0-ൽ അവസാനിക്കുന്ന ഒരേ ഒരാൾ മാത്രമല്ലേ ഉള്ളൂ, അല്ലേടാ? 12 ഗുണം 35. 35 ഗുണം 10 എന്ന് പറയുന്നത് 350. ഇനി എന്താ? 35 ഗുണം 2 എന്ന് പറയുന്നത് 70. 0 2 3 1 4 420 ആണ് ആൻസർ എന്ന് പറയുന്നത്. 0-ൽ അവസാനിക്കുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. യൂണിറ്റ് ഡിജിറ്റ് ടെക്നിക്ക് എടുത്താൽ തന്നെയും ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? എടാ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യത്തിന് ആൻസർ എത്ര വരുമെന്ന് നിങ്ങളൊന്ന് ചെയ്തിട്ടൊന്ന് കമൻറ്റ് ചെയ്തേ മക്കളെ. ഇതൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് കിടക്കട്ടെ. ഞാൻ അടുത്ത വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നായിരിക്കും. ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്, ചെയ്യാനുണ്ട് കേട്ടോ. ഏകദേശം ഒരു 70 ക്വസ്റ്റ്യൻസോളം, നിയർലി 70 ക്വസ്റ്റ്യൻസോളമാണ് ഞാൻ കരുതിയിട്ടുള്ളത്. അപ്പോൾ മാക്സിമം ആകുന്ന രീതിയിൽ പഠിക്കുക. എൻ്റെ ടെലഗ്രാമിലകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം. ടെലഗ്രാമിനകത്ത് നമ്മൾ ലൈവ് ക്ലാസ് നടത്തുന്നുണ്ട്. അതിനകത്ത് എല്ലാ ദിവസവും ഒരു 9:30 കഴിഞ്ഞ് ഒരു 11 മണി വരെയൊക്കെയാണ് നമ്മൾ മാക്സിമം, ഒരു 12 മണി വരെയൊക്കെയാണ് നമ്മുടെ ക്ലാസ് നടക്കുക. മിനിമം ഒരു 11 മണി 12 മണി വരെയൊക്കെ എന്തായാലും ക്ലാസ് ഉണ്ടാവും. 11 മണി അത് കൂട്ടിയാൽ മതി. അതിനുശേഷം നമ്മൾ പഠിച്ചു തീരുന്നതനുസരിച്ച് നമ്മൾ നേരത്തെ ക്ലാസ് തീർക്കാറാണ് പതിവ്. അപ്പോൾ എല്ലാവരും ജോയിൻ ആവുക. അപ്പോൾ കാര്യമാകുന്ന രീതിയിൽ തന്നെ നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുന്നേറാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. അടുത്ത ചോദ്യങ്ങളൊക്കെ അടുത്ത വീഡിയോയ്ക്കകത്ത് ഇടാം കേട്ടോ.